എന്താ ടീച്ചറിനോട് അതുമായി അത് പുത്രേഷണ തന്നെ. സീറ്റ് മുരളി പിടിച്ചോ? സീറ്റ് പിടിച്ചെന്ന് പറഞ്ഞ് മുരളിയെ വരട്ടി അല്ലേ? അത് ശരി. കഴിഞ്ഞോ? ഹരി ഓം. അപ്പോൾ നമ്മൾ ബൃഹത്വാത് ബ്രഹ്മ, എത്ര ബൃഹത്ത്, ആ ബൃഹത്തിൽ വിശേഷണങ്ങൾ നാമരൂപങ്ങൾ ചേർന്നപ്പോൾ ബൃഹത്ത് ചെറുതായി. നിരുപമപദമായ ബൃഹത് പദത്തിൻ്റെ അർത്ഥം സർവബൃഹത്, എല്ലാത്തിലും വലുത്. നിസ്സീമ ബൃഹത്, അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മം കാലസീമ, ദേശസീമ, വസ്തുസീമ ഇതില്ലാത്തതാണ്. കാലം കൊണ്ട്, ദേശം കൊണ്ട്, വസ്തു കൊണ്ട് പരിച്ഛിന്നമല്ലാത്തത്. കാലദേശ വസ്തു അപരിച്ഛിന്ന ചൈതന്യം. എന്നാൽ ഇദം ഉണ്ടായതോടെ പരിച്ഛിന്നത കൈവന്നു. അതോടെ സംഘർഷവും തുടങ്ങി. കാലകൃതവും ദേശകൃതവും വസ്തുകൃതവുമായ പരിച്ഛേദം അതിൽ വന്നു. നേരത്തെ വ്യാപകമായിരുന്നു. ഒരിക്കലും ഇതിന് അഭാവമുണ്ടായിരുന്നില്ല. എന്നാൽ ഇദം വന്നതിനു ശേഷം പൃഥ്വിയിലായി. അത് കഴിഞ്ഞപ്പോഴാണ് പൃഥ്വിയിലായത്. അപ്പോൾ സ്വർഗത്തിലില്ല, പാതാളത്തിലുമില്ല, കേവലം ഭൂലോകത്തിലായി. ഇതിനെ സ്വർഗത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും മാറ്റി. മുൻപത് സർവഭൂതസ്ഥമാത്മാനം
സർവഭൂതാനി ചാത്മനി എന്നതനുസരിച്ച് സർവഭൂതസ്ഥമായിരുന്നു. വീണ്ടും അത് പൃഥ്വിയിൽ തന്നെ എല്ലായിടത്തും കഴിയുന്നതായില്ല, വീണ്ടും പരിമിതമായി. നാം ആലോചിക്കുക, നമ്മൾ പൃഥ്വിയിൽ എവിടെയാണ്? ചിലർ ഭാരതത്തിൽ മാത്രം, ചിലർ ഇംഗ്ലണ്ട്, അമേരിക്ക മുതലായിടത്ത് മാത്രം. അതിൽ തന്നെ പരിമിതമായി ഭാരതത്തിൽ, കേരളത്തിൽ, യു പിയിൽ ഇങ്ങനെയൊക്കെയായി. കേരളത്തിൽ തന്നെ പയ്യന്നൂർ, നീലേശ്വരമൊക്കെയായി. അതിൽ തന്നെ ഒരു 3 അടി മണ്ണിലായി. എങ്ങനെ ഇത് പരിമിതമാകുന്നത് നോക്കുക. അപ്പോഴും ബോധം അതിൻ്റെ ആദിരൂപത്തിൽ സർവവ്യാപകമായിരിക്കുന്നു. ശരീരം പരിമിതമാക്കി പരിമിതമായ ശരീരത്തിലിരുന്നു കൊണ്ട് ബോധം അപരിമിതമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചുരുങ്ങി ചുരുങ്ങി ഒരു കെട്ടിടത്തിനുള്ളിൽ പരിമിതമായി അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുമ്പോൾ അനന്തകോടി ബ്രഹ്മാണ്ടത്തിൽ വ്യാപകനായിരുന്ന ആത്മാവ് അത്യസിച്ച് നാമരൂപാത്മകമായി എത്ര പരിമിതമായി. ദേശം ഒരതിർത്തിക്കുള്ളിൽ അതിനെ പരിമിതപ്പെടുത്തി. കാലം അതിനൊരു കാലത്തിനുള്ളിൽ പരിമിതപ്പെടുത്തി. അനന്തമായ അനാദിയായ ബ്രഹ്മം ആദി അന്തങ്ങളുള്ളത്, ദേശകാല പരിച്ഛിന്നമായി, അതാണ് ജീവനായി പ്രതിഭാസിക്കുന്നത്. അതാണ് നാമരൂപാത്മകമായി പ്രതിഭാസിക്കുന്നത്. അതാണ് വേറിട്ട് പ്രതിഭാസിക്കുന്നത്. ഒരു കലവും ഒരു കൂജയും ഒരു പാനിയും ഒക്കെ വെള്ളത്തിൽ മുക്കിയിട്ടാൽ എപ്രകാരമാണോ സർവവ്യാപകമായ ജലത്തെ ഘടാദികളുടെ ശരീരം പരിമിതപ്പെടുത്തി കാണിക്കുന്നത്, അതുപോലെ പരിമിതമായി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അനാദി അനന്തമായിരുന്നു. ശ്രുതി പറയുന്നത് തന്നെ അതാണ്. ന ജായതേ മ്രിയതേ വാ കദാചിത്. എന്നാൽ ബ്രഹ്മജ്ഞാനിയോട് ചോദിക്കുക, അങ്ങയുടെ ജന്മതിഥി ഏതാണ്? അദ്ദേഹം ജന്മനക്ഷത്രവും ജന്മദിനവും പറഞ്ഞു തരും. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ജീവിതകാലം. സമാധി ആയിക്കഴിഞ്ഞാലും ഭക്തന്മാർ വിടൂല. അത്രയും കാലം മാത്രമേ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അതൊക്കെ തുടരും. അപ്പോൾ മിക്കവാറും മഹാത്മാക്കളുടെയൊക്കെ ആശ്രമത്തിൽ ചെന്നാൽ അവിടെ എഴുതിയിരിക്കും, ഇന്ന കാലം മുതൽ ഇന്ന കാലം വരെ ജീവിച്ചു. പരിമിതപ്പെടുത്തിയിട്ടാണ് മനസ്സിലാക്കുന്നത്, പരിച്ഛിന്നമാക്കിയിട്ടാണ് അറിയുന്നത്. അറിവിൻ്റെ അപരിച്ഛിന്നത ബോധ്യമാവുന്നില്ല. കാലം പരിച്ഛിന്നമാക്കി. അതുപോലെ തന്നെ വസ്തുപരിച്ഛേദവും. എന്താ വസ്തുപരിച്ഛേദം? ഞാൻ മനുഷ്യനാണ്, ഞാൻ ആനയല്ല, ഞാൻ ആടല്ല, മനുഷ്യനാണ്. മനുഷ്യനെ വീണ്ടും പരിച്ഛിന്നനാക്കി. ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, ഇത് വർണ്ണപരിച്ഛേദമാണ്. വീണ്ടും പരിച്ഛേദമാക്കി. അതിൽ തന്നെയുള്ള ജാതികളാക്കി. വീണ്ടും പരിച്ഛിന്നനാക്കി. അതിനകത്ത് തന്നെയുള്ള ഗ്രൂപ്പുകളാക്കി. അവസാനം അവൻ്റെ ഏറ്റവും പരിച്ഛിന്ന അവസ്ഥയിൽ അവനെന്ന ഗ്രൂപ്പാണ്. ഈ പരിച്ഛിന്നതയിൽ ആനന്ദം കണ്ടെത്തുവാനാണ് അവൻ ശ്രമിക്കുന്നത്.
പരിച്ഛിന്നമാകും തോറും അജ്ഞാനം ഘനീഭവിക്കുകയാണ്. പരിച്ഛിന്നതയുടെ സുഖമാണ് അവൻ തേടുന്നത്. സുഖമില്ലാത്ത പരിച്ഛിന്നതയിലാണ് സുഖം തേടുന്നത്. എന്ത് ചെയ്യുമ്പോഴും അപരിച്ഛിന്നമായ ഭാവം ഉള്ളിൽ നിന്ന് വരുമ്പോഴെല്ലാം വിശാലമാകാൻ ആഗ്രഹിക്കും. അപ്പോൾ ആദർശങ്ങളൊക്കെ പറയും. അത് രസമാണ്. അച്ഛനും മക്കളും അമ്മയൊക്കെ കൂടി ഇരുന്ന് കുടുംബത്തിലിരുന്ന് കുടുംബം എന്ന് പറയുന്ന ഒരു അപരിച്ഛിന്ന ബൃഹത് ഭാവത്തെ അംഗീകരിച്ച് പറയും. വർത്തമാനം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കാണാം പാത്രങ്ങളൊക്കെ പറക്കുന്നതും കസേരയൊക്കെ തട്ടിമറിക്കുന്നതും മൂന്നാളും എഴുന്നേൽക്കുന്നതും. ഇത് നടന്നതിന് കാരണക്കാരായി 3 പേരും പരസ്പരം പഴിചാരുന്നു. നീ കാരണമാണ്. ഞാൻ വളരെ സൗമ്യമായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ നിൻ്റെ സംഭാഷണം കേട്ടതുകൊണ്ടാണ് ഞാൻ ചൂടായത്. ഞാൻ ചൂടായില്ല, ശരിക്കും പറഞ്ഞാൽ നീ ചൂടാക്കിയതാണ് എന്നെ. പരിച്ഛിന്നതയിലിരുന്ന് അപരിച്ഛിന്നമായ ആനന്ദം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു. വീട്ടിലിരിക്കുമ്പോഴൊരു വഴി, കൂട്ടുകൂടുമ്പോൾ മറ്റൊരു വഴി, കൂട്ടുചേർന്ന് പലതും തുടങ്ങും. നമുക്കിങ്ങനെ ഇരുന്നാൽ മതിയോ? നമ്മളിങ്ങനെയാണോ വേണ്ടത്? നമ്മളൊക്കെ കുറച്ച് വിശാലതയുള്ളവരല്ലേ, ഒരുപോലെ ചിന്തിക്കണ്ടേ? എൻ്റെ കയ്യിൽ ഇത്രയുണ്ട്, നിൻ്റെ കയ്യിൽ എത്രയുണ്ട്, നമുക്ക് കൊല്ലം തുടങ്ങിക്കളയാം. ഇപ്പം നല്ല പരിപാടികളിൽപ്പെട്ടത് ഒരു കോഴി കച്ചവടം തുടങ്ങാം. ഇതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയാലോ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തുടങ്ങും. പരിച്ഛിന്ന പ്രകൃതിയിലെ ആനന്ദം, പരിച്ഛിന്ന പ്രകൃതിയിലെ പരിച്ഛിന്ന സുഖം വിടാതെ അപരിച്ഛിന്നമായത് നേടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ സംഘർഷമാണ് ഈ ജീവിതം. നിരന്തരമായ അഭിപ്രായ വ്യത്യാസം പരിച്ഛിന്നതയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത് നോക്കിക്കാണാൻ വളരെ രസമാണ്. നല്ലപോലെ പരിചയമാകുന്നതുവരെ സർവാതിരിക്തമായ ഗുണങ്ങളാണ്. സർവാതിരിക്തങ്ങളായ ഗുണങ്ങളാണ്. ഇത്രയും ഗുണമുള്ളവരായി വേറെ ആരും ഇല്ലാത്ത പോലെയാണ് പ്രശംസിക്കുന്നത്. പിന്നെയാണ് പറയുന്നത് പരിചയപ്പെട്ടു, അടുത്തിടപഴകി, സ്വന്തമാകുന്നതിൻ്റെ തലേന്നാൾ വരെ എല്ലാം ശുഭം, എല്ലാം ശുഭം. ഇത്രയും ഉത്തമൻ. അച്ഛനും അമ്മയൊക്കെ പറയുമ്പോൾ പറയും, നിങ്ങൾക്കറിയാൻ വയ്യായിട്ടാണ്. ഞാനെന്താ വിവരമില്ലെന്നാണോ വിചാരിച്ചത്? ഞാനൊരു ഓഫീസറല്ലേ, എത്ര ആളുകളെ കാണുന്നതാണ് ഒരു ദിവസം? 1-2 പേരെയാണോ? മനുഷ്യരെ കണ്ടാൽ എനിക്കറിയില്ലേ? ഞാൻ ആലോചിക്കാതെ ചെന്ന് ചാടുമെന്നാണോ വിചാരിച്ചത്? അദ്ദേഹത്തെ പോലെ ദിവ്യനും കോമളനും പരിപൂർണനുമായി മറ്റൊരാളില്ല. അപ്പം മറ്റവനെന്താ പറയുക? ആളിനെ കണ്ടാൽ എനിക്കറിയാൻ മേലെന്ന് വിചാരിച്ചു. അമ്മ ഞാൻ കണ്ടിട്ടില്ലേ, സഹോദരി ഞാൻ കണ്ടിട്ടില്ലേ, ഈ നാട്ടിലുള്ള എത്രയോ സ്ത്രീകളെയും പെൺകുട്ടികളെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും സ്വഭാവഗുണമുള്ള ഒരു സ്ത്രീ ഇതുവരെ ജനിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ എനിക്കിഷ്ടമായത്. അല്ലെങ്കിൽ എനിക്കിഷ്ടമാവുമോ? രണ്ടുപേരും ചേർന്ന് സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ പറയുന്ന വാക്ക് മാറി. വാഴപ്പിണ്ടിക്കകത്ത് തീരിപ്പുണ്ടെന്ന് ആരെങ്കിലും വിചാരിക്കും. എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഈ ജന്മം പഴയി, പക്ഷെ തന്നെ ഞാൻ വിടുമെന്ന് വിചാരിക്കണ്ട.
തന്നെയും കൊണ്ടേ ഞാൻ പോകും. എന്തോ വല്ലാത്ത ചിരി, പറയുന്നൊരു വല്ലാത്ത ചിരി. പറഞ്ഞോ? പറഞ്ഞില്ലെങ്കിലും പറഞ്ഞ പോലെ അല്ലേ? അപ്പം മനുഷ്യൻ്റെ പരിച്ഛിന്നതയിലുള്ള ആനന്ദം കാരണമാണ്. എൻ്റെ പരിച്ഛിന്നതയിൽ എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ ജീവിത രീതികൾ ഇതിലേക്കങ്ങ് ചുരുങ്ങുകയാണ്. പരിച്ഛിന്നതയിൽ നിന്ന് എങ്ങനെ അപരിച്ഛിന്നമായത് അനുഭവിക്കാം? നടക്കില്ല. പരിച്ഛിന്ന പ്രകൃതികളെ വിടാൻ 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 തയ്യാറുമല്ല. ഏറ്റവും ചുരുങ്ങി നിൽക്കാനാണ് ഇഷ്ടം. ഞാൻ എൻ്റെ. പഴയ ആളുകൾക്ക് ആനന്ദം ലഭിച്ചുവെങ്കിൽ അവർ പരിച്ഛിന്നത വിട്ട് കളിച്ചുകൊണ്ടാണ്. ഒരു കൂട്ടായ്മയ്ക്കകത്ത് പോകുമ്പോൾ അവർ ചിന്തിച്ചത് അവനെന്തു തോന്നുമെന്നാണ്, അവൾക്കെന്തു തോന്നുമെന്നാണ്. ആ ചിന്തയാണ് അന്ന് വികാസത്തിന് കാരണമായത്. അപ്പം അതുകൊണ്ട് നമ്മളെ പരിച്ഛിന്നമാക്കി. അപ്പോൾ വസ്തുപരിച്ഛേദം, ഇതെല്ലാം ഇതം എന്നതിൻ്റെ ജാലവിദ്യകളാണ്. ഇതം വൃത്തിയുടെ ജാലവിദ്യകളാണ് ഇതെല്ലാം. പരിച്ഛിന്നമാക്കി എന്നത് മാത്രമല്ല, അവസാനം ആത്മാവിനെ അദൃശ്യവുമാക്കി, ഇതം മാത്രാക്കി. പണ്ട് ഇതിനൊരു കഥ പറയും. ഒരു ഒട്ടകവും യജമാനനും ഉണ്ടായിരുന്നു. ഒട്ടകത്തെ വെളിയിൽ കെട്ടി യജമാനൻ കൂടാരത്തിനകത്ത് കിടന്നു. ഒട്ടകം പറഞ്ഞു, വല്ലാത്ത തണുപ്പ് യജമാന, എൻ്റെ തല മാത്രം ഞാനൊന്ന് അകത്തോട്ട് വെച്ചോണ്ട്. അപ്പോൾ യജമാനൻ സമ്മതിച്ചു. അപ്പോൾ കൂടാരത്തിനുള്ളിൽ പതുക്കെ വെച്ചു. പതുക്കെ കയറി വന്നപ്പോൾ യജമാനൻ പുറത്തായി, ഒട്ടകം കൂടാരത്തിന്. അതുപോലെയാണ് ഇതം വൃത്തി വിശിഷ്ടമായ ജഗത്ത് അകത്തായി, ആത്മാവ് പുറത്തായി. ആത്മബോധം നഷ്ടപ്പെട്ടു. ആദ്യപാദം, പ്രപഞ്ചത്തിൻ്റെ ആദ്യപാദം, ഇതംകാരാസ്പദമായ ജഡപ്രപഞ്ചം ആദ്യപാദം പ്രസരിപ്പിച്ചു. 4-1 പിന്നെയാണ് ബാക്കി പതുക്കെ പ്രസരിപ്പിച്ചത്. അപ്പോൾ ബ്രഹ്മത്തെ അസത്വാപാദനം കൊണ്ട് അസത്തെന്നാക്കി. ഇതിന് പഞ്ചതന്ത്രത്തിൽ കാകോലുകീയ തന്ത്രം എന്ന് പറയും. കാക്ക മൂങ്ങകളുടെ അടുത്തെത്തി ശരണാർത്ഥിയായി. ദിവസവും മൃദുലമായ പുല്ലും മറ്റും നിറച്ചു. ചോദിച്ചാൽ പറഞ്ഞത് അവിടത്തേക്കുള്ള ഗദ്ദി ഉണ്ടാക്കുകയാണെന്നാണ്. മൂങ്ങയോട് പറഞ്ഞു, അങ്ങയ്ക്കിരിക്കാനുള്ള ഇരിപ്പിടം, നല്ല മൃദുലമായ ഇരിപ്പിടം, അതിനാണ് ഞാൻ ഈ പുല്ലൊക്കെ കൊണ്ടുവയ്ക്കുന്നതെന്നാണ് പറഞ്ഞു. ഒരു ദിവസം കാക്ക ഒരല്പം തീക്കൊള്ളി കൊണ്ടുവന്ന് ഈ പുല്ലുണങ്ങിയതിന് തീയിട്ടു. അങ്ങനെ മൂങ്ങകളെ ഇല്ലാതാക്കിയെന്നാണ് പഞ്ചതന്ത്രം. ഈ കഥ അങ്ങനെയാണ് പറയുക. അതുപോലെ ബ്രഹ്മം എന്നത് അജ്ഞാനം കൊണ്ട് മറച്ച് കൊണ്ടുവന്ന് ഇതം മാത്രമാക്കി. ഇതം കാരാസ്പദമാക്കി
നിറച്ചു തീയിട്ടു. അവിദ്യമാനു അവതാഭഭാതിഹിദ്വയോ ധാതുർധിയാ സ്വപ്ന മനോരഥൗ യഥാ തന്മായയാതോ ബുധ ആഭജത്തം ഭക്തൈകയേശം ഗുരുദേവതാത്മാ എന്ന് ഭാഗവതം പറയും. ദ്വൈതത്തിന് ഒരു സ്വതന്ത്ര സത്തയുമില്ല. മണ്ണ് കളഞ്ഞാൽ ഘടമില്ല. ഒരു ഘടമെടുത്തു കൊണ്ടുവന്ന് ഒരു പാനി കൊണ്ടുവന്ന് അതിൻ്റെ അകത്തെ മണ്ണ് മുഴുവൻ മാറ്റിയാൽ പാനിക്ക് സത്തയില്ല. ഈ ദ്വൈതം അവിദ്യമാൻ, അതായത് സ്വതന്ത്ര സത്താരഹിതമാണ്. എന്നാൽ അതാണ് ഭാസിക്കുന്നത്. ധാതുർധിയ, ധ്യാതാവിൻ്റെ ബുദ്ധിയിൽ, വിചാരിക്കുന്നവൻ്റെ ബുദ്ധിയിൽ ദ്വൈതമാണ് ഭാസിക്കുന്നത്. എന്തുകൊണ്ട്? സുഷുപ്തിയിൽ അവിദ്യയുടെ പറയിപ്പിക്കലാണ്. അവിടെ ദ്വൈതം എവിടെയാണ്? പ്രളയത്തിൽ മായയുടെ പറയിപ്പിക്കലാണ്. അവിടെ സൃഷ്ടി എവിടെയാണ്? ദ്വൈതാപത്തി ധ്യാതാവിൻ്റെ ബുദ്ധി കൊണ്ട് മാത്രമാണ് പ്രളയ സമാപ്തി ക്ഷണത്തിൽ ഈശ്വരൻ്റെ ധി സക്രിയമാകുന്നത്. എല്ലാം വിലയം പ്രാപിച്ചിട്ടാണ് ഈശ്വരധി സക്രിയമാകുന്നത്. അപ്പോൾ സുഷുപ്തിയുടെ അന്തിമ ക്ഷണത്തിൽ ഈ ആത്മാവും ഈക്ഷിക്കുന്നു. പരമാത്മാ എങ്ങനെ ഈക്ഷിക്കുന്നു? മായയിൽ സമസ്ത പ്രാണികളുടെയും വാസന നിഹിതമാണ്. പ്രാണികർമ്മങ്ങളും നിഹിതമാണ്. ആ കർമ്മമനുസരിച്ച് പ്രപഞ്ചവാസന ജാഗൃതമാകുന്നതാണ് അപ്പോൾ സംഭവിക്കുന്നത്. ഇതെല്ലാം വിലയം പ്രാപിച്ച് ഓംകാരാസ്പദമായ ബ്രഹ്മം മാത്രമായിരിക്കെ ഇതെല്ലാം പ്രളയകാലത്ത് എപ്രകാരമാണോ ജീവികളുടെ വാസനയെല്ലാം സമഷ്ടി വാസനയായി ചെന്ന് നിഹിതമായിരിക്കുന്നത്, ആ വാസനകൾ ഓരോന്നും ഉണരുന്നു. അങ്ങനെയാണ് വീണ്ടും ജഗത്തുണ്ടാകുന്നത്, സമഷ്ടി ജഗത്തുണ്ടാകുന്നത്. അതെന്തുകൊണ്ടുണരുന്നു? അതറിയാൻ നിങ്ങൾ 2-3 ദിവസം കിടന്നുറങ്ങി നോക്കിയാൽ മതി. അപ്പോൾ കാണാം, ഓരോ വാസനയായിട്ട് ഉണരുന്നത് കാണാം. കുംഭകർണൻ്റെ മാതിരി അവിടെ 3-4 ദിവസം, പക്ഷെ പറ്റില്ല. കുംഭകർണൻ 6 മാസമാണ്. നിങ്ങളൊന്ന് കിടന്നു നോക്കുക. ഉണരാൻ വെമ്പുന്ന ഒട്ടേറെ വാസനകൾ ജാഗരിതമാവും. വാസന ജാഗരിതമായി നിൽക്കുമ്പോൾ ഉറക്കമില്ല. വാസനകൾ വിലയം പ്രാപിച്ചാൽ ഉറക്കമായി. ഉറക്കമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അത് വാസന ജാഗരിതമായി നിൽക്കുന്നതുകൊണ്ടാണ്. വാസനകൾ ജാഗരിതമാകാത്തവരുണ്ട്. ജാഗ്രത വാസനയില്ല, ബീജവാസനയുള്ളവരുണ്ട്. ബീജവാസനയുള്ളവർ പെട്ടെന്ന് തമസ് വരും. വിക്ഷേപം അവർക്ക് കുറവാണ്, ആവരണം വളരെ കൂടുതലാണ്. അത് ആഹാരാദികൾ കൊണ്ട് സംഭവിക്കും, ജീവിത രീതികൾ കൊണ്ട് സംഭവിക്കും. ചിന്തിക്കാനൊന്നുമില്ല കാര്യമായിട്ട്. ഇത് ഭർത്താവ് ചിലപ്പോൾ പറയും ഭാര്യയോട്, ചിന്തയൊക്കെ നീ ചിന്തിച്ചു, എനിക്ക് മണ്ണാങ്കട്ട ചിന്തയൊന്നും പറ്റില്ല. ഇത് 1-ാം തീയതി കിട്ടുന്ന ശമ്പളമൊക്കെ നിൻ്റെ കയ്യിൽ തന്നേക്കാം, നീ എന്ത് വേണമെങ്കിൽ ചെയ്തു, എന്നെ ഇതിനൊന്നും വിളിക്കരുത്. എനിക്കൊരു ഉദ്ദേശമുള്ളൂ, കിടന്ന് നന്നായിട്ട് പോകണം. പൈസയോ പണമോ ഇടപാടോ ഒക്കെ നീ ചെയ്തുകൊള്ളുക. ചിലപ്പോൾ ഭാര്യയായിരിക്കും ഇങ്ങനെ പറയുന്നത്, ഇതൊക്കെ നീ ഏറ്റെടുക്കുമോ, നടത്തുമോ, എന്ത് വേണം, എനിക്ക്
എനിക്കിതിൻ്റെ ഈ കണക്കും തൊപ്പിയൊന്നും മനസ്സിലാവില്ല. നിങ്ങളീ പറയുന്നതൊന്നും മനസ്സിലാവില്ല. എനിക്ക് 2 കാര്യം നന്നായിട്ട് മനസ്സിലാവും. ഒന്ന്, വിശക്കുമ്പോൾ നന്നായിട്ട് കഴിക്കണം. പിന്നെ എന്തറിയാം, ഉറങ്ങണം. പകലായാലും വേണ്ടില്ല, രാത്രി ആയാലും വേണ്ട. ശല്യപ്പെടുത്തരുത്. ചിലർക്ക് കാരണം എന്ന് വെച്ചാൽ ഈ ആൾക്കൂട്ടവും ബഹളവും ക്ലാസ്സും പരിപാടിയും ഒക്കെ ഉള്ളിടത്തിരുന്ന് ഉറങ്ങിയാലേ ശരിയാവും. കഥകളി നടക്കുമ്പോഴാണ് നമ്പൂരിക്ക് ഉറക്കം വരുന്നത്. മനസ്സിലായില്ല? അപ്പം എല്ലാ കഥകളിയിലും മുമ്പിൽ വന്നിരിക്കുന്ന നമ്പൂരിയോട് കമ്മിറ്റിക്കാർ ചോദിച്ചു, തിരുമേനി ഇത്തവണ നമുക്ക് കഥകളി വേണം, ഏത് കഥ വേണം? തിരുമേനി പറഞ്ഞ എല്ലാ കഥയും നല്ലതാണ്. അല്ല, തിരുമേനിയോളം ഈ കഥകളി കണ്ടിട്ടുള്ള ഒരാൾ അത് ഈ കഥയങ്ങോട്ട് തുടങ്ങുമ്പോൾ ഉറങ്ങിയാൽ കളിവിളക്കണയാൻ നേരത്തുണരുമ്പോൾ ആ തിരികെടുത്തുമ്പോഴുള്ള മണം ഗംഭീരാണ്. കഥ എന്തായാലും എന്താ, മനസ്സിലായില്ല? എന്ന് പറഞ്ഞ പോലെ ഉറങ്ങുന്നവർ ക്ലാസ്സിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ നേരെ നിവർന്നിരുന്ന് ഉറങ്ങുകയാണ്. ഒരു കുഴപ്പമുണ്ടാവില്ല. വീട്ടിലായിരിക്കുമ്പോൾ കൂട്ടുകാർ, കൂടെ ജോലി ചെയ്യുന്നവർ, പിന്നെ ഭാര്യ, മക്കൾ, ഇവരൊക്കെ ശല്യം ചെയ്യും. ഇതാകുമ്പോൾ ഒരു ശല്യമില്ല. നേരെ നിവർന്നിരുന്ന് സുഖമായിട്ട് ഉറങ്ങും. എന്തിനാ അയാളെ നോക്കുന്നത്? വിജയൻ എന്തിനാ അയാളെ നോക്കുന്നത്? ഞാൻ അയാളുടെ കാര്യമൊന്നും പറഞ്ഞില്ല. വിജയനോടനെ അയാളെ നോക്കുക, അയാളുടെ തോളെ കൈയിട്. വിജയനെ കൊണ്ട് പറ്റുമോ? വിജയനിങ്ങനെ ജാഗരക്ലിഷ്ടനായി അസ്വസ്ഥചിത്തനായി സാഗരം മെല്ലെ വിരിമണൽ മെത്തമേൽ താനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഈ നേരമൊക്കെ തുടിക്കും കരളുമായി. അതിന്റെ പുറകോട്ട് നോക്കുന്നത് അതങ്ങനെയല്ല പറഞ്ഞേ. ഈ മനുഷ്യനോട്ട് ഉറങ്ങുകയില്ല, ഉറങ്ങുന്നവരോട്ട് ഉറങ്ങാൻ സമ്മതിക്കുകയില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് മനസ്സിൽ വാസനകൾ സക്രിയമാകുമ്പോൾ ഉറക്കം വരില്ല. ഉറങ്ങാത്ത ദിവസങ്ങൾ നോക്കിയാൽ അറിയാം, എന്തെങ്കിലും ഒരു വാസന സക്രിയമായി കിടപ്പുണ്ടാകും. വാസനകൾ സക്രിയമായി ഓരോ പകല് തീർന്ന് ജാഗൃതമാകുന്നത് സൂര്യനെ ആസ്പദമാക്കിയാണ്. സൗരജീവിയാണ് മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് സൂര്യൻ ഇതിലൊരു പങ്കുണ്ട്. മനുഷ്യൻ സൗരജീവിയിൽ നിന്ന് ഭൗമജീവിയിലേക്ക് മാറുകയാണ് പതുക്കെ. ഇന്ത്യയിൽ അമേരിക്കയിലുള്ള ആദരവ് കൊണ്ടായിരിക്കണം പുതിയ തലമുറയിലെ കുട്ടികൾ പകൽ ഉറങ്ങുകയും രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയും ചെയ്യാം. രാത്രി ജാഗ്രത ഉണ്ടാകുമ്പോൾ കോശങ്ങൾ ഉറങ്ങാതിരിക്കേണ്ടി വരും. ശരീരം എന്ന് പറയുമ്പോൾ ഉറക്കം കണ്ണുകളിൽ മാത്രമല്ല, ഓരോ കോശങ്ങളിലും ഉറങ്ങേണ്ടി വരും. സൂര്യൻ സജീവമായിരിക്കുമ്പോൾ അപൂർണ ആനന്ദമുള്ള ഉറക്കം ലഭിക്കില്ല. അതുകൊണ്ട് ഉറക്കം രാത്രിയിലും ജാഗ്രത പകലുമാണ് വേണ്ടത്. അതിന് പകരം വാസനകൾ ജാഗ്രതയിലേക്ക് രാത്രി പെരുകുമ്പോൾ അവ അധമങ്ങളായിത്തീരും. രാത്രിചര്യയും ദിനചര്യയും ഒക്കെ പഠിക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പ്രപഞ്ചത്തിലെ പ്രാണികർമ്മങ്ങളും എല്ലാം പ്രപഞ്ചവാസന എന്ന നിലയിൽ ജാഗൃതമാവും. അപ്പം കർമ്മസഹകൃത കാലവാസനകളെ ഉണർത്തുന്നു. കർമ്മമനുസരിച്ച് ആ കർമ്മസഹകൃത കാലവാസനകൾ,
കർമ്മത്തിൻ്റെ സഹകരണത്തോടെയുള്ള കാലവാസനയാണ് ഉണരുന്നത്. അപ്പോൾ പ്രാതഃകാലമാകുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. അപ്പം നോക്കിയാലറിയാം, പതുക്കെ ശൂന്യത്തിൽ നിന്ന് സാമാന്യത്തിലേക്ക് ഉണർന്ന് വിശേഷത്തിലേക്ക് വരികയെന്ന്. അതിൽ ആ സാമാന്യത്തിൽ വെച്ച് ചിലപ്പോൾ പെട്ടെന്ന് എഴുന്നേക്കും. അങ്ങനെ എഴുന്നേറ്റാൽ ദിഗ്ബോധമുണ്ടാവില്ല. സ്ഥലം മാറിയോ കിടക്കുമ്പോഴാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്. ഇന്നലെ ആർക്കോ പറ്റി കിടന്നുറങ്ങി. അപ്പോൾ അവിടെ കിടന്നുറങ്ങുമ്പോൾ മുറിക്കകത്ത് ഇന്നിടത്താണ് സ്വിച്ച്, ഇന്നിടത്താണ് വെള്ളം വെച്ചിരിക്കുന്നത് കുടിക്കാൻ, ഇന്നിടത്താണ് ഫോൺ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓർത്ത് വീട്ടിൽ നിന്ന് വന്ന വെടി ഇന്നലെ ഇവിടെ കിടന്നുറങ്ങി. ഉറങ്ങി എഴുന്നേറ്റ് അവിടെ സ്വിച്ച് തിരയുന്ന വലത്തുവശത്തേക്ക് ഇന്ന് കസേരയിലിടിച്ച് മുട്ടി ആകെ നാനാവിധമായി. അപ്പോൾ കൂടെയുള്ളവരോട് പറഞ്ഞു മുട്ടൊക്കെ വേദനയായി. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണെന്നുള്ള ഓർമ്മയിലാണ് എഴുന്നേറ്റ്. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് അല്പം ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഓർമ്മിക്കണം, ഞാൻ പുതിയ സ്ഥലത്താണ് കിടക്കുന്നത്, എല്ലാം ഒന്ന് നോക്കി വയ്ക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബോധത്തിലേക്ക് അത് കൊടുക്കണം. കൊടുത്തിട്ട് വേണം വിശേഷത്തിലേക്ക് വരാൻ. വിശേഷത്തിലേക്ക് വരുന്നവരെ മര്യാദയ്ക്ക് ഒരിടത്തിരിക്കണം. എഴുന്നേറ്റ് ഉണരുമ്പോഴേ ചാടി എഴുന്നേൽക്കരുത്. ചിലങ്ങനെയാണ് ഉണരുമ്പോഴേ ചാടി എഴുന്നേൽക്കും. അപ്പോൾ സാമാന്യത്തിലാണ് ബോധം നിൽക്കുന്നത്. വിശേഷമാണ് ആ മുറി, അവിടുത്തെ സ്വിച്ച്, അവിടെ നമ്മളുടെ കൂടെയുള്ള ആളുകൾ ഒക്കെ. അത് തിരിച്ചറിഞ്ഞൊന്നും വരികയില്ല. അത് രണ്ടുപേര് കട്ടിലേ കിടന്നു, രണ്ടുപേര് തറയിൽ കിടന്നു പാവലിച്ച്. അപ്പോൾ കട്ടിലേ കിടന്നവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ടിലിൽ നിന്ന് വീട്ടിലാകുമ്പോൾ തറയിലാരും കിടപ്പില്ല. മനസ്സിലായില്ല? മറ്റവൻ്റെ വയറ്റത്ത് ചവിട്ടുകയും അവൻ മസിൽ പിടിക്കുകയും ഇവൻ മറ്റവൻ്റെ ദേഹത്തേക്ക് വീഴുകയും ഒക്കെ ഇന്നലെ ചെയ്തു. ഇതിന് കാരണം ഇതാണ്. ഇത് കാരണം എന്താ ടീച്ചറെ ചിരിക്കുന്നത്? അത്രയും മാറി താമസിച്ചാലും ഉണ്ടാവും, മാറി താമസിച്ചില്ലെങ്കിലും ഉണ്ടാവും. നിങ്ങൾ താമസിക്കുന്ന മുറിയിൽ തന്നെ ഒരാൾ കിടക്കുമ്പോൾ നിങ്ങളുടെ ബോധത്തിൽ അയാളെ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ, വാസനയുടെ ബീജത്തിലേക്ക് അത് കടന്നിട്ടില്ലെങ്കിൽ, ആ വാസന ജാഗൃതമായില്ലെങ്കിൽ, മറ്റൊരു വാസനയാണ് ജാഗൃതമാകുന്നതെങ്കിൽ നിങ്ങൾ ഉണർന്നു വരുമ്പോൾ ചവിട്ടും. അവിടെയാണ് ജാഗൃത വാസനയുടെ പ്രത്യേകത. ഭാര്യയും ഭർത്താവൂടെ കിടന്നുറങ്ങി, മനസ്സിലായി? രണ്ടുപേരുടെയാണ് കിടന്നുറങ്ങുന്നത്. രാവിലെ ഉണർന്നപ്പോൾ കൊച്ചിൻ്റെ കഴുത്ത് തിരിഞ്ഞ് തല പുറകോട്ട്. രാവിലെ ഭാര്യയുടെ എളി വീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ രണ്ടുപേരെയും കൊണ്ട് ഡോക്ടറുടെ അടുക്കൽ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, എങ്ങനെയാണ് കിടന്നുറങ്ങിയപ്പോൾ ഇത് സംഭവിച്ചത്? അന്നേരം പറഞ്ഞു, എൻ്റെ ഡോക്ടറെ പറയാൻ വയ്യ, കാരണം ഫുൾ ലോഡ് ലോറി, 5 ടണ്ണ് കൊള്ളുന്ന ലോറിയിൽ 10 ടണ്ണും കയറ്റി ഞാനങ്ങ് വരികയാണ്. അപ്പുറത്തുനിന്നൊരു കാറ് പാലത്തേലേക്ക് കയറുമ്പോഴാണ് ഒറ്റ വണ്ടിക്ക് പോകാനേ ഇടയുള്ളൂ. ഞാൻ ആ സ്റ്റിയറിങ് മേടിച്ചൊന്ന് തിരിച്ചു. ഇതാ ഇവൻ്റെ കഴുത്തിങ്ങനെ. ബ്രേക്ക് ചെയ്യാൻ ആഞ്ഞ് ചവിട്ടിയതാണ് ഇവിടെ ഈ പരുവത്തിലെ. വാസന ജാഗൃതമായത് മകൻ്റെ തല സ്റ്റിയറിങ്ങും ഭാര്യയുടെ എളി ബ്രേക്കുമായിട്ടാണ്. അപ്പം ഈ വാസന ജാഗൃതമാകുന്ന പോലെ ഇരിക്കും ഉറക്കത്തിൽ നിന്ന്. ചിലർ പേടി കാരണം വടിയൊക്കെ എടുത്ത് വെക്കും. മനസ്സിലായില്ല? വാസന ജാഗൃതമാകുമ്പോൾ അടുത്ത് കിടക്കുന്നവനെ ചിലപ്പോൾ തല്ലും. അതുകൊണ്ട് ആ വാസന ജാഗൃതമാകുന്ന പോലെയാണ്. പൂർണ്ണമായ സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ
വിശേഷത്തിൽ നിന്ന് സാമാന്യത്തിലേക്കും സാമാന്യത്തിൽ നിന്ന് ശൂന്യത്തിലേക്കുമാണ് ഉറങ്ങിക്കയറുന്നത്. ആ വിശേഷത്തിൽ നിന്ന് സാമാന്യത്തിലേക്കും സാമാന്യത്തിൽ നിന്ന് ശൂന്യത്തിലേക്കും കയറുമ്പോൾ വാസനകളുടെ ബീജം കൊണ്ടുപോകുന്നുണ്ട് നാളെ ഉണരാൻ. വാസനാബീജങ്ങളില്ലെങ്കിൽ ഉറക്കം കഴിഞ്ഞ് ഉണരുകയില്ല, ഉറക്കത്തിൽ വെച്ച് പോവും. വേറെ ഈ കൊണ്ടുപോകുന്ന വാസന അന്ന് കൊണ്ടുപോയ വാസനയൊന്നുമല്ല, അനന്തകോടി വാസന കിടക്കുന്ന, അതിലേതെങ്കിലും ഉണർന്നാൽ മതി. പിന്നെ വേറെ സ്ഥലത്തും എഴുന്നേക്കും. കിടന്നത് പെരക്കകത്ത് കട്ടിൽ, എഴുന്നേക്കുന്നത് പറമ്പിൽ നിന്ന്, അങ്ങനെ എഴുന്നേക്കും. അങ്ങനെ പോയാലും നല്ലതും ചിത്തയൊന്നും ഇതിനകത്തില്ല. ഇത് വാസനയാണ്. എന്തോല്ലോ ഇത് തൊടുപുഴ ശിവശങ്കരനോടൊക്കെ ചോദിച്ചാൽ പറയും. തൊടുപുഴ രാത്രിയിൽ പതിവായി കിടന്നുറങ്ങുന്ന ഒരുത്തൻ. അയാൾ കിടന്നുറങ്ങുമ്പോൾ ഉറക്കം കഴിഞ്ഞ് രാവിലെ വരുമ്പോൾ അയാളുടെ തോർത്ത് കാണുകയില്ല. അയാളൊരു തോർത്ത് രാവിലെ കുളിച്ച് നനച്ച് അയലിട്ടിട്ടുണ്ട്, തോർത്ത് കാണുന്നില്ല. വഴക്കാണ്. ഉടനെ അമ്മ വേറെ ഒരു പുതിയ തോർത്തെടുത്ത് കൊടുക്കും. പോയി കുളിക്കും. തൊടുപുഴയാറ്റി പോയി കുളിച്ച് അവിടുന്ന് വന്ന് വീണ്ടും തോർത്ത് വെയിലത്തിടും രാവിലെ. പിറ്റേ ദിവസം രാവിലെ അയാൾക്ക് തോർത്ത് കാണുകയില്ല. തോർത്ത് കാണാൻ പോകണം. ഒടുവിൽ നാട്ടുകാരെല്ലാം കൂടി പതുക്കെ രാത്രി ഉറക്കളച്ചിരുന്ന് രാത്രിയിൽ ആരായിടെ തോർത്ത് കൊണ്ടുവന്ന്. അപ്പോൾ അയാൾ രാത്രി തന്നെ എഴുന്നേറ്റ് തോർത്തെടുത്ത് ആറ്റിപ്പോയി കുളിച്ച് ആ തോർത്ത് ഒരു ഇഞ്ചക്കാട്ടിലേക്ക് എറിയും. തിരിച്ചു വന്ന് കിടന്നുറങ്ങും. നീന്തൽ അറിയാൻ മേലാത്തയാളാണ് നീന്തുവക്കരയ്ക്ക്. അങ്ങനെ തെങ്ങേ കയറുന്നവരുണ്ട്. തെങ്ങ് കയറ്റം പഠിച്ചിട്ടൊന്നുമില്ല, തെങ്ങ് കയറും. പക്ഷേ ഇടയ്ക്ക് അവരുടെ വാസന ജാഗൃതമായാൽ തേങ്ങയല്ല താഴെ വരുന്നത്, അടിയനാണ് എന്നാണ് പറയുന്നത്. എന്താടാ അവർ ഒച്ച കേട്ടത്? ഇത് അടിയനാണ് എന്നാണ്. അതിനാണ് വാസന ജാഗൃതമാവുക എന്ന് പറയുന്നത്. വാസന ജാഗൃതമാകുന്നത് സ്വപ്നത്തിൽ സ്വപ്ന ജാഗ്രതങ്ങളുണ്ട്, അവിടെ സംഭവിക്കുന്നതാണ്. വാസന എങ്ങനെയാണ് ജാഗ്രതായിക്കൊണ്ടിരിക്കും. ശിവശങ്കരൻ്റെയും വത്സൻ്റെയും ഒക്കെ വീടിൻ്റെ അടുത്താണ്, ചോദിച്ചാൽ മതി. പലരും ഇങ്ങനെ രാത്രിയിലൊക്കെ എഴുന്നേറ്റ് നടക്കും. അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ നിങ്ങളൊരു 2-3 ദിവസം ഒന്ന് ഉറങ്ങി നോക്കുക, അന്നേരം അറിയാം ഉറങ്ങാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. വാസന സമ്മതിക്കില്ല, ഉണരും. വാസനകൾ ജാഗ്രതായാൽ കിടന്നാലും ഉറങ്ങില്ല. തിരിഞ്ഞും മറിഞ്ഞും എത്ര നേരം കിടന്നാലും ഉറങ്ങുകയില്ല. അതിന് ഉറക്കഗുളിക കഴിച്ചിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഉറക്കഗുളികയിലും ഉറക്കമല്ല, വാസനയുടെ ജാഗ്രത അവസ്ഥ. അപ്പോൾ സമയമാവുമ്പോൾ സ്വയം ഉണരും. കർമ്മ സഹകൃത കാലം നിങ്ങളെ ഉണർത്തുന്നു. അതുപോലെ സൃഷ്ടി പൂർവകർമ്മ സഹകൃത കാല പരമാത്മാവിൻ്റെ വാസനകളെ ഉണർത്തുന്നു. മനുഷ്യൻ പശു പക്ഷിയാദി സമസ്ത വാസനകളും മായയിൽ നിഹിതമാണ്. ഇതെല്ലാം മായയ്ക്കകത്തുണ്ട്. സകല ജീവജാലങ്ങളുടെയും ബീജം ഈ അജ്ഞാനത്തിനുള്ളിലുണ്ട്. ഇത് ജാഗൃതമാകുമ്പോൾ അതുപോലെ പെരുമാറും. ഒരല്പ പരിശീലനം കൊണ്ട് പട്ടിയായും പൂച്ചയായും ഒക്കെ ശബ്ദമോ രൂപമോ ഒക്കെ കാണിക്കാൻ പറ്റും. അത് ഈ സഹകൃത വാസന കാരണമാണ്. അതിൻ്റെ ഉദ്ബോധനം കൊണ്ട്
ഏത് ജ്ഞാനമുളവാകുന്നുവോ അത് തന്നെ ഈക്ഷണം. ആത്മാവീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ഈക്ഷണം. ദ്വൈതവാസനാജന്യ ഈക്ഷണം കൊണ്ട് ദ്വൈതപ്രപഞ്ചം ഉൽപ്പന്നമാവുകയും ഭാസിക്കുകയും ചെയ്യുന്നു. ഭാസിച്ച ആ പ്രപഞ്ചം അദ്വൈത പരമാത്മാവിനെ മറയ്ക്കുന്നു. ഇതാണ് കളി നടക്കുന്നത്. അദ്വൈതാഭ്യാസജന്യമായ അദ്വൈത വാസന എപ്പോൾ പ്രഫുല്ലമാവുന്നുവോ അപ്പോൾ അതിൽ നിന്നുൽപ്പന്നമാകുന്ന അഖണ്ഡാകാര വൃത്തി, അഖണ്ഡാകാര ബുദ്ധി ദ്വൈതപ്രപഞ്ചത്തെ മറയ്ക്കുന്നു. ഇതാണ് ഈശാവാസ്യം. ഇത് ന്യായസിദ്ധ തഥ്യയാണ്. അതിനെ ഇവിടെ ഈശാവാസ്യം കൊണ്ട് പറഞ്ഞു. ഇതിന് കാകോലുകീയ ന്യായത്തെ വിപരീതമാക്കിയെടുക്കണം. കാക്ക ഈ ദിവസത്തിൽ കാണുന്നില്ലെന്ന് കണ്ടു. അതുപോലെ ഈ ദ്വൈതപ്രപഞ്ചം അജ്ഞാനാന്ധകാരത്തിൽ തന്നെയാണ് കാണപ്പെടുന്നത്. പ്രകാശം വന്നാൽ ഇത് മറയുന്നു. ഈ ഛിദ്രത്തിൽ, ആ ദ്വാരത്തിൽ അറിവുണ്ടാക്കുകയും സംസ്കാരോത്ബോധനം കൊണ്ട് ബുദ്ധിയിൽ അറിയുകയും ചെയ്യുക. ഇതിന് ദൃഷ്ടാന്തമാണ് സ്വപ്ന മനോരഥൗ യഥാ. സ്വപ്നത്തിൽ അജ്ഞാനാന്ധകാരം ഉണ്ട്, വാസന ഉത്ബോധവുമുണ്ട്. അതുകൊണ്ട് ഇതങ്കാരാസ്പദമായ സ്വപ്നപ്രപഞ്ചം ഉത്ഭൂതമാകുന്നു. അവിടെ വേറൊന്നും വേണ്ട. സാധനമൊക്കെ, സാമഗ്രിയൊക്കെ സ്വപ്നം തന്നെ. കിടക്കുമ്പം ഒരു സാധനവും കൂടെ കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ഉറങ്ങിയും കഴിഞ്ഞാൽ ഒട്ടേറെ സാധനങ്ങളെ മനസ്സുണ്ടാക്കും. മനോരഥം. സ്വപ്നത്തിലെന്ന, ജാഗ്രത്തിലെന്ന പോലെ ആകാശാദി, സരിത്സാഗരാദി, വനപർവ്വതാദി എല്ലാം കാണുന്നു. അത്രൈഷ ദേവഃ സ്വപ്നേ മഹീമാനമനുഭവതി യത് ദൃഷ്ടം ദൃഷ്ടമനുപശ്യതി ശ്രുതം ശ്രുതമേവാനുശൃണോതി ദേശദിഗന്തരശ്ച പ്രത്യനുഭൂതം പ്രത്യനുഭവതി ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച സർവം പശ്യതി സർവഃ പശ്യതി. മനസ്സാണ് അവിടെ പലതായിത്തീരുന്നത്. മനസ്സ് കാളയായും പോത്തായും കടുവയായും കുതിരയായും വനമായും എന്തെന്ത് സാധനങ്ങളായി സ്വപ്നത്തിൽ ജാഗൃതമാകുന്നു. അവ കടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നതായും അവയെ ഓടിക്കുന്നതായും വനത്തിലൂടെ സഞ്ചരിക്കുന്നതായും വണ്ടിയിൽ സഞ്ചരിക്കുന്നതായും ഒക്കെ കാണും. സ്വപ്നത്തിൽ കാഴ്ചയ്ക്കൊന്നും അതിര് ഇല്ല. സമയവും വളരെ കുറച്ച് മതി. ജാഗ്രത്തിലെ ഒരുവൻ്റെ ജീവിതം മുഴുവൻ സ്വപ്നത്തിൽ കാണാൻ ഒരുറക്കത്തിൻ്റെ ചെറിയൊരു അംശം മതി. സ്വപ്നത്തിൽ അനുഭവിക്കുന്ന സുഖം ജാഗ്രത്തിൽ അനുഭവിക്കാറില്ല. ഇപ്പം സ്വപ്നം സൂക്ഷ്മമാണ്, താൻ തന്നെയാണ് അനുഭവിക്കുന്നത്. സ്വപ്നത്തിലെ ഭാര്യ തൻ്റെ ഉള്ളിൽ നിന്നുണ്ടായി വന്ന വൃത്തിയാണ്, വാസനയാണ്. അതുകൊണ്ട് ആ ഭാര്യ സ്വന്തം ഭാര്യയാണ്. കൂടെ കിടക്കുന്നവൾ സ്വന്തം ഭാര്യയല്ല. മനസ്സിലായില്ല? അവിടെ അവൾ സഹകരിക്കണം. സ്വപ്നത്തിൽ ഉണ്ടാകുന്ന തൻ്റെ ഭാര്യ താൻ തന്നെ ആയതുകൊണ്ട് സർവ്വസഹകരണത്തിലാണ്. അതാണ് സ്വപ്നവും ജാഗ്രതയും തമ്മിലുള്ള അന്തരം. സ്വപ്നത്തിൻ്റെ താതാത്മ്യത്തിൽ പെടുന്നവൻ സ്വപ്നത്തെ ജാഗ്രത്തിൽ കൊണ്ടുവന്ന് ആ സ്വപ്നാനുഭവത്തോട് ചേർത്ത് വെച്ച് കാര്യങ്ങളെ കാണുന്നത് കൊണ്ടാണ് ഒരുത്തനെയും പഥ്യമല്ലാതെ വരുന്നത്.
ഇത് സ്വപ്നത്തിൽ കറക്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. സ്വപ്നത്തിലുള്ള കാക്ക നിങ്ങൾ നിറം പിടിപ്പിച്ച കാക്കയാണ്. അവിടെ കാക്ക വെളുത്തുരിക്കാം. മനസ്സിലായില്ല? നിങ്ങളുടെ സ്വപ്നത്തിലെ കാക്ക വെളുത്ത കാക്കയാകാം, പക്ഷേ കറുത്ത കാക്കയെ കാണാനുള്ളൂ. അതുകൊണ്ട് കറുത്ത കാക്കയോട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാനാവില്ല. ഒരു വ്യക്തിക്ക് സ്വപ്നത്തിലെ ഭാര്യ അവളോട് താരതമ്യപ്പെടുത്തി ജാഗ്രത്തിലെ ഭാര്യയോട്, സ്വപ്നത്തിലെ ഭർത്താവ് ജാഗ്രത്തിലെ ഭർത്താവിനോട്, സ്വപ്നത്തിലെ സുഹൃത്ത് ജാഗ്രത്തിലെ സുഹൃത്തിനോട്, സ്വപ്നത്തിലെ കൂട്ടുകച്ചവടക്കാരൻ ജാഗ്രത്തിലെ കൂട്ടുകച്ചവടക്കാരനോട്, സ്വപ്നത്തിലെ ഉപകരണങ്ങൾ ജാഗ്രത്തിലെ ഉപകരണങ്ങളോട്, സ്വപ്നത്തിലെ കെട്ടിടം ജാഗ്രത്തിലെ കെട്ടിടത്തോട് ഒക്കെ എത്ര വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അത്രയും വഴക്ക് നിങ്ങളും നിങ്ങളുടെ ജാഗ്രത ജീവിതവുമായി ഉണ്ടാവും. ജാഗ്രത ഒരു സ്വപ്നമാണ്, പക്ഷെ ഇവിടെ രണ്ട് സ്വപ്നം തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. സ്വപ്നത്തിൽ, അതായത് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തിൽ എന്ന് മാത്രമല്ല, ഉണർവിൽ കാണുന്ന സ്വപ്നത്തിൽ. സ്വപ്നം ഉറക്കത്തിലും ഉണർവിലും ഉണ്ട്. നിങ്ങളുടെ സ്വപ്നവാസന അകത്ത് കിടന്ന്, സ്വപ്നവാസന ഒരു പണി നടന്നാൽ, ഈ കസേര പിടിച്ചിട്ടാൽ നിങ്ങൾ ഓരോരുത്തരും വന്ന് ഈ കസേര മാറ്റി മാറ്റി ഇടുക. എന്താ കാരണം? ഇതിങ്ങനെയല്ല കിടക്കേണ്ടത്. ഇന്ന് രാവിലെ മുതൽ ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. ഇട്ട കസേരയിൽ വന്നിരിക്കുകയല്ല ചെയ്യുന്നത്. മനസ്സിലായില്ല? കാരണം നിങ്ങൾക്ക് ഇട്ട കസേരയിലിരുന്നാൽ ജാഗ്രതയിലെ ഇരിപ്പേ ഉള്ളൂ, നല്ല സ്വപ്നത്തിലിരിക്കണം. ശരിയല്ല? ചിലർ പിണങ്ങി പോവും. ആളെ എണീപ്പിച്ചു വിടും, ചിലർ എഴുന്നേറ്റ് പോകും, ചിലർ പിണങ്ങിപ്പോവും. ഇതൊക്കെ ഉണ്ടാവും. ചില സ്ഥലങ്ങളിലൊക്കെ ഈ അതിഥികളെയൊക്കെ സൽക്കരിച്ച് കൊണ്ടിരുന്ന സമയത്ത് അവർ വരുമ്പോൾ ഇത്ര താലം, ഇത്ര ആള്, ഇത്ര പ്രഭാഷണം കേൾക്കാനുള്ള ആൾ, ഇന്ന രീതിയിലുള്ള അലങ്കാരം, ഇത്ര ടൺ പൂവ്, ഇതൊക്കെ ഇല്ലെങ്കിൽ അവർ പിണങ്ങിപ്പോവും, ദേഷ്യപ്പെട്ടിറങ്ങിപ്പോവും. സംഘാടകർ ചിലപ്പം വെള്ളത്തിലായി പോവും. അതിൻ്റെ കാരണം അവരുടെ സ്വപ്നം അല്ല സംഘാടകരുടെ സ്വപ്നം. ഈ പ്രപഞ്ചം മുഴുവൻ ഈ സ്വപ്നത്തിലെ സ്വപ്നങ്ങളിലെ വാസനകൾ കൊണ്ട് നിറഞ്ഞാണിരിക്കുന്നത്. അല്പം പോലും പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് പലപ്പോഴും സ്വപ്നങ്ങൾ നിറഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ടാണ് കലഹം ജാഗ്രതായി വരുന്നത്, ജാഗൃതമാകുന്നത്. ആ വാസന എന്നാണ് കലഹവും അഭിപ്രായ വ്യത്യാസവും എല്ലാം ജാഗൃതമാകുന്നത്. അത് രസമാണ് നോക്കിക്കാണാൻ. രസിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അവനവനിലുള്ളത് കണ്ട് രസിച്ച് അത് പരിഹരിച്ച് കഴിഞ്ഞ് മറ്റുള്ളവരുടെ നോക്കണം. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറ്റുന്ന കുഴപ്പം വെച്ചാൽ മറ്റുള്ളവരുടെ നോക്കും, അടിയാവും. അവനുണ്ട് നോക്കണം. എനിക്കെത്ര എന്നോടൊപ്പം വരുന്ന ചുറ്റുപാടുകളോട് ഇണങ്ങാൻ കഴിയുന്നു. ഒരു മൊട്ടുസൂചിയിൽ വരെ നിർബന്ധങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. അതിൻ്റെ ആകൃതിയിൽ, വലിപ്പത്തിൽ, അതിൻ്റെ ബലത്തിൽ, അതിൻ്റെ ദൃഢതയിൽ വരെ മാനവന് സ്വപ്നങ്ങൾ. അതെ, അതുകൊണ്ടാണല്ലോ രണ്ടും രണ്ട് വ്യക്തിയായിട്ടിരിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ പറ്റുമോ? അയാൾ അങ്ങനെ ഇരിക്കുന്നത്
അയാളുടെ രൂപം അങ്ങനെ ഇരിക്കുന്നത്, അയാൾ ശോഷിച്ച് കൃശനായിരിക്കുന്നത്, ഞാനിങ്ങനെ തടിച്ച് തടിയനായിരിക്കുന്നത്, രണ്ടും നമ്മുടെ വാസനകളുടെ വ്യത്യാസം കൊണ്ടാണ്. അത് രണ്ടും ഭൂമിയിലുള്ളതാണ്. രണ്ടും ചേർന്നാണ് ഈ പ്രപഞ്ചം എന്ന് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതല്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ വലിയ പ്രശ്നം ഇരിക്കുന്നത്. പഴയ ആളുകൾക്ക് പറ്റും. അച്ഛൻ്റെ സ്വപ്ന വാസനയ്ക്കനുസരിച്ചായിരിക്കണം മകൻ വളർന്നു വരുന്നത്. അമ്മയുടെ സ്വപ്ന വാസനയ്ക്കനുസരിച്ചായിരിക്കണം മകൻ വളർന്നു വരുന്നത്. നാട്ടുകാരുടെ സ്വപ്ന വാസനയ്ക്കായി അനുസരിച്ചായിരിക്കണം ഇവൻ വളർന്നു വരുന്നത്. സ്കൂളിൽ ചെന്നാൽ അവിടെ ഭിന്ന ഭിന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകൻ്റെ മുഴുവൻ വാസനയ്ക്കനുസരിച്ച് വേണം ഇവൻ വളർന്നു വരാൻ. ആകെ ഈ ഒരുത്തനേ ഉള്ളു താനും. അതിനിടയിലാണ് ഇവനെ കല പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. കാരണം വെച്ചാൽ പഴയ കാലത്തെ പോലെയല്ല. 600-ൽ മാർക്ക് മേടിക്കുമ്പോൾ 800 മാർക്കുണ്ടെങ്കിൽ സീറ്റ് കിട്ടുള്ളൂ. വരണം. ഹലോ ഹലോ. ആ പറഞ്ഞു ശങ്കർ. ചെയ്തോളുക, ഒട്ടും മടിക്കണ്ട. നമുക്ക് ആളെ രക്ഷിക്കാറുണ്ട്. വേണ്ട, ഒന്നും വേണ്ട, ചെയ്തോളാൻ പറ. തൻ്റെ ഇടമായിട്ട് പറഞ്ഞു. പേടിക്കണ്ട. ശരി. അപ്പോൾ ജാഗ്രത് 1000 വാസനകളാണ്. അപ്പോൾ ഒരു കുട്ടി ഇന്ന് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ പേരുടെ വാസനകൾ മുഴുവനുമാണ് ആഗ്രഹിക്കുന്നത്. കൊച്ചുകുട്ടിയായിരിക്കും പോലും അതെ. പണ്ട് കാലത്താണെങ്കിൽ 10-12 എണ്ണം ഉണ്ടാകും. അമ്മയ്ക്കൊരാഗ്രഹം തോന്നി മരത്തെ കയറി ചക്ക പറിക്കാൻ ഒരുത്തം വേണം. അവൻ പോയി ചക്ക പറിച്ചുകൊണ്ട് വരും. അപ്പം അമ്മയുടെ ആ വാസന സമാനത്തിലാണ്. അതിർത്തിയിൽ വഴക്കുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുത്തൻ തല്ലാൻ പോകും. അവനെ വിളിച്ചാൽ മതി, അവനവിടെ ചെന്ന് പ്രശ്നം തീർന്നു. സമാനായി. അതിനിടയിൽ ഒരുത്തൻ പഠിക്കാൻ വളരെ മിടുക്കനായി. ആ സ്കൂളിലും കോളേജിലും ഒക്കെ. വേറൊരുത്തൻ പാട്ട് പാടാൻ മിടുക്കനായി. ഇങ്ങനെ എല്ലാത്തിനും ഓരോരുത്തനുണ്ടായാൽ കുറച്ച് സമാനമുണ്ട്. ഇതെല്ലാം കൂടി ഒരുത്തനിൽ നടക്കണം. വീട്ടിൽ ചിന്തിക്കുന്ന സ്വപ്നം മുഴുവൻ. അതിനിടയിൽ ഇവൻ നാട്ടുകാരുടെ സ്വപ്നത്തിൽ വരുന്ന ജാഗ്രതമാകുന്ന വികാരങ്ങളെ മുഴുവൻ കാണിക്കണം. അതിനിടയിലാണ് കല പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർ. കാരണം ഈ 600 മാർക്കിൽ 800 മാർക്ക് മേടിക്കണം. ഗ്രേസ് മാർക്കുകൾ ഒരുപാടുണ്ട്. ആം ഐ റൈറ്റ്? അതിന് ഓട്ടം തുള്ളൽ പഠിപ്പിക്കാനൊരു അധ്യാപകൻ വരും. അപ്പോൾ ഇവൻ്റെ കാല് നേരെ വെച്ചില്ല എന്ന് പറഞ്ഞാൽ അയാൾ തല്ലും. കാരണം ഓട്ടം തുള്ളൽ ഇതുവരെ ഇവൻ്റെ കാല് വഴങ്ങുകയില്ല. എന്നാലും ശരി, ഇവനെ ഓട്ടം തുള്ളൽ പഠിപ്പിച്ചേ പറ്റൂ. അപ്പോഴാണ് വേറൊരുത്തം വന്ന് മിഴാവ് കൂട്ടാൻ പഠിപ്പിക്കുന്നത്. അതിനിടയ്ക്ക് വേറൊരുത്തം വന്നിട്ട് കൂത്ത് പഠിപ്പിക്കും. ഇതെല്ലാം ഇവന് ഈ ഒരുത്തന്നെ ഈ സർവകലാ വല്ലഭനായി ഇത് മുഴുവൻ ജാഗ്രതാവണം. ഇത്രയും വാസന അവൻ ജനിക്കുമ്പോൾ കൊണ്ടുവന്നിട്ടില്ല. മനസ്സിലായില്ല? ചില്ലറ വാസനയും കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുമെന്നല്ല. ആ സമയത്താണ് സ്വാമി നിർമ്മലാനന്ദഗിരി വീട്ടിലോട്ട് വരുന്നത്. അങ്ങേരെ ഇവൻ ഗീത പാടി കേൾപ്പിക്കണം. മനസ്സിലായില്ലേ? ഗീത പാടി കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ 3-ാം അധ്യായത്തെക്കുറിച്ച് ഒരു പ്രഭാഷണം വേണം. മോനങ്ങ് കയറി പ്രഭാഷിച്ചോളാനാണ് പറയുന്നത്. 3-ാം അധ്യായം. മനസ്സിലായില്ല? ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചതെന്ന് മറന്നുപോയോന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവൻ പ്രഭാഷണം ചെയ്യണം. ഇതെല്ലാം കൂടി എവിടെ നടക്കാനാണ്? എന്നാലോചിച്ച് നോക്കി. കലികാല വൈഭവം. അപ്പോൾ ചില പിള്ളേരൊക്കെ പ്രാർത്ഥിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ജനിക്കാതിരുന്നാൽ മതി. അവസാനം ചില പിള്ളേരുണ്ട് അച്ഛൻ്റെ ഈ വാസനയൊക്കെ കൂടി
ഈ ജനനത്തിന് മുമ്പേ കയറി വരുന്നെന്ന് അറിഞ്ഞിട്ട് ചിലത് നേരെ ഒരു കാര്യം ചെയ്യും. കാരണം ഒന്നും പറയാത്തതായിട്ടങ്ങ് ജനിക്കും. ഓട്ടിസം. വല്ലതും പറഞ്ഞാലല്ലേ ഉള്ളൂ ഡാൻസ് കളിക്കാൻ പറയുള്ളൂ, ഒന്നും പറയല. അപ്പം ഇങ്ങനെയാണിത് പറ്റുന്നത്. സമസ്ത ലൗകിക വാസനകളും സ്വപ്ന ജാഗ്രതകളിൽ കലർന്ന് കയറുകയാണ്. ഇതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാ വാസനയുണ്ട്, ഏത് വേണേ എടുക്കാം. അപ്പം അതുകൊണ്ട് സമ്പൂർണ്ണ സ്വപ്ന പ്രപഞ്ചത്തിൽ നമ്മുടെ സപ്തവ്യാപ്തമായിട്ടും അവിടെയും കൂടി യുഷ്മദസ്മത് പ്രത്യയം വന്നു, ഇതങ്കാരം വന്നു. അത് നമ്മെ സീമിതമാക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ സ്വപ്നത്തിൽ നാം സ്വർഗത്തിലും പാതാളത്തിലും നോക്കി. എന്നാൽ നാം സ്വപ്നത്തിൽ നോക്കിയ പാതാളത്തിലും സ്വർഗത്തിലും ഇല്ല. അപ്പോൾ നമ്മൾ ഭാരതത്തിൽ, കേരളത്തിൽ, തളിപ്പറമ്പിൽ ഒരു വീട്ടിൽ 3.5 അടി സ്ഥലത്ത് ഇത്ര സീമിതമായി. ധ്യാതുർധിയ വാസനാനുസാരി ഈ ക്ഷണം കൊണ്ട് നാം സ്വപ്ന പ്രപഞ്ചം ചമച്ചു. ജാഗ്രത് പ്രപഞ്ചം ഈ ക്ഷണം കൊണ്ടുണ്ടാക്കി. സ്വപ്ന പ്രപഞ്ചവും ഈ ക്ഷണം കൊണ്ട് തന്നെ സൃഷ്ടിച്ചു. ജാഗ്രത് പ്രപഞ്ചം ആരുടെ ഈ ക്ഷണം കൊണ്ട് ചമച്ചു എന്ന് ചോദിച്ചേക്കാം. സ്വപ്ന പ്രപഞ്ചത്തിലും താങ്കളും ദേവദത്ത യജ്ഞദത്താദികളുമുണ്ട്, ജാഗ്രത്തിൽ മാത്രമല്ല. അവിടെയും ഈ പ്രശ്നം സമാനമാണ്. സ്വപ്നത്തിൽ പുലിയെ കണ്ടു, അവിടെ പുലിയെ സൃഷ്ടിച്ചുവോ? എങ്കിൽ പുലി നിങ്ങളെ സൃഷ്ടിച്ചുവോ? നമ്മൾ പുലിയെ ഉണ്ടാക്കിയെങ്കിൽ തിന്നാൻ വരുന്ന പുലിയെ എന്തിന് സൃഷ്ടിച്ചു? പുലി നമ്മളെ തിന്നാനാണ് വരുന്നത്. അങ്ങനെയാണ് സ്വപ്നത്തിൽ കണ്ടത്. ചില സ്വപ്നങ്ങളിൽ പുലി കടിച്ചു വലിച്ചു കൊണ്ടുപോകും. നമ്മളെ കാലിൽ കടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് നമ്മളെ ഒരറ്റത്തുനിന്ന് തിന്നുന്നത് നമ്മൾ തന്നെ കാണുക. അപ്പം അതെങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? അതുകൊണ്ട് പുലി തനിക്ക് തിന്നാൻ യോഗ്യമായ താങ്കളെ സൃഷ്ടിച്ചു എന്ന് എന്തുകൊണ്ട് ആയിക്കൂടാ? വസ്തുത സ്വപ്നത്തിൽ നിങ്ങൾ നോക്കുന്നതൊന്നും മറ്റൊരാളുണ്ടാക്കിയതല്ല, നിങ്ങളുണ്ടാക്കിയതാണ്. പുലിയും നിങ്ങളുണ്ടാക്കിയതാണ്. ദേവദത്തൻ, അജ്ഞദത്തൻ തുടങ്ങിയവരും നിങ്ങളുടെ രചനയാണ്. അത് രചിക്കുന്ന നിങ്ങളാര്? സ്വപ്നത്തിലെ നിങ്ങൾ, യഥാർത്ഥ നിങ്ങളല്ല. അവനെയാണ് തൈജസൻ, തേജസ്സിൽ നിന്നുണ്ടായവൻ എന്ന് പറയുന്നത്. തൈജസ വൃത്തിയിലാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. അത് വളരെ ഏകാന്തമാണ്. അവിടെ വേറെ ആരെയും വേണ്ട, നിങ്ങൾ മാത്രമേ ഉള്ളൂ സ്വപ്നത്തിൽ. അത് ജാഗ്രതത്തിലെ സ്വപ്നമായാലും സുഷുപ്തിയിലെ സ്വപ്നമായാലും തനിച്ചാണ്, ആദ്യന്തം തനിച്ചാണ്. സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞ സപ്താംഗ ഏകോനവിംശതി മുഖ പ്രവിവിക്ത ഭുക്ക് തൈജസോദ്വിതീയ പാദ. അവിടെ തൈജസനാണ് കിടന്ന് കളിക്കുന്നത്, തേജസ്സിൽ നിന്നുണ്ടായവൻ. പ്രവിവിക്ത ഭുക്ക്, ആദ്യന്തം തനിച്ച്. വേറെ ഒരാൾക്ക് അവിടെ പ്രവേശനമില്ല. എല്ലാവരും പറയും അവളുടെ സ്വപ്നമൊക്കെ എനിക്കറിയാം. ഒരു മണ്ണാങ്കട്ട അറിയില്ല, കാരണം അവളുടെ സ്വപ്നം അവൾക്ക് മാത്രമേ അറിയുള്ളൂ. അയാളുടെ സ്വപ്നമൊക്കെ എനിക്കറിയാം, ഒന്നും അറിയില്ല. ജാഗ്രത തന്നെ മുഴുവൻ അറിയില്ല. അല്പമായ ജാഗ്രതയിലായ ഇടപാടെല്ലാം. ജീവിതത്തിൻ്റെ 4/1 ജാഗ്രത. അതിൻ്റെ അകത്ത് പകുതിയും സ്വപ്നമാണ്. അതിൻ്റെ ഒരംശം വെച്ചാണ് എല്ലാ കരാറുടമ്പടികളും. അതുകൊണ്ട് എല്ലാം ലംഘിക്കപ്പെടും.
അത് വളരെ ഈടുറ്റ കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഈടുറ്റതാണ്, അതാണ് ഇതാണ് മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറയും. വേറൊരുത്തൻ ആ സ്വപ്നത്തിൽ ഒന്നിനെ പതുക്കെ ഒന്ന് ചൊറിഞ്ഞാൽ ആ സ്വപ്നത്തിലൂടെ ഇങ്ങനെ നടന്നങ്ങ് പോവും, നേരെ മുമ്പിലൂടെ. അപ്പോഴാണ് മൂക്കത്ത് വിരൽ വെച്ചിരിക്കുന്നത്. ഇതാരുടെയും കുറ്റം കൊണ്ടല്ല. കുറ്റമൊക്കെ നിങ്ങളും പത്രക്കാരും ഒക്കെ എഴുതും. അത് ഈ ശാസ്ത്രം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ജീവിതത്തിലുടനീളം ഈ തൈജസൻ കളിക്കുന്ന കളിയിലും എല്ലാം അങ്ങ് പോവും. നല്ല സ്വപ്ന ചിന്തകന് ഏത് സ്വപ്നത്തെയും തട്ടി ഉണർത്താം. വളയും മാലയും സൂക്ഷിച്ചു വെച്ച കാശും ഒക്കെ അടിച്ചു മാറ്റാം. അതാണ് ചിലരുടെ മിടുക്ക്. നല്ല വികാരം, സ്വപ്നം കത്തിക്കാളുന്ന ഒരു പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങളിട്ടിരിക്കുന്ന മാലയും വളയൊക്കെ ഊരി ഇങ്ങോട്ട് എറിയാൻ പറഞ്ഞാൽ നിങ്ങളുടെ ബോധം മറഞ്ഞ് അതെല്ലാം വാരി എറിയും. അതിനൊരു സെക്രട്ടറിയും വെച്ചാൽ അവനിതെല്ലാം കൂടെ വാരിക്കൂട്ടി സുന്ദരമായിട്ട് കൊണ്ടുപോകും. നിങ്ങൾ എറിഞ്ഞു എന്നൊരു ബോധം പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ കൊടുത്തു എന്നൊരു ബോധവും ഉണ്ടാവില്ല. അയാൾ വാങ്ങി എന്നൊരു ബോധവും ഉണ്ടാവില്ല. ഇതിനിടയിൽ ആ സ്വപ്നത്തിൽ പെടാതെ ഒരുത്തൻ അവനേക്കാൾ കേമനായ അപ്പുറത്ത് നിൽപ്പുണ്ടെങ്കിൽ അവൻ തിരിച്ചറിയും ഇയാൾ കളിപ്പിച്ചു. അവനാണ് പിന്നെ എഴുതി പിടിപ്പിക്കുന്നത് കള്ളനാണ്, കളിപ്പിച്ചു എന്നൊക്കെ. അല്ലാതെ സ്വപ്നത്തിൽപ്പെട്ടവനല്ല. സ്വപ്നത്തിൽപ്പെട്ടവൻ പരാതിപ്പെടുന്നുമില്ല. ആ ഒരു നിമിഷത്തെ സ്വപ്ന സാഫല്യത്തിന് സകലതും, ധനം, മാനം എല്ലാം വാരി കൊടുക്കും. ഏതവനും കൊടുക്കും. അതതിനുള്ളൊരു വാക്കിൻ്റെ സ്മൃതി ഉണ്ടായാൽ മതി. ഒറ്റ വാക്ക് ജാഗൃതമായാൽ മതി. കാശി രാജ്യത്ത് നിന്നൊരു പെൺകുട്ടി തിലഭാണ്ഡേശ്വരത്തിലെത്തി തപസ്വാധ്യായ നിരതനായ വിഭാണ്ഡകൻ്റെ വത്സലപുത്രൻ ഇഷ്യശൃംഗനെ ഒന്ന് കണ്ടിട്ട് ആ ഇഷ്യശൃംഗൻ തൻ്റെ തപസ്സും സ്വാധ്യായവും പിതാവിൻ്റെ വാക്കുകളും എല്ലാം മറന്ന് കാശിരാജ്യത്തേക്ക് കാലുകുത്തുന്നത് സ്വപ്നം ജാഗൃതമായിട്ടാണ്. മഹാതപസ്വിയായ ഇഷ്യശൃംഗനെ കൊണ്ടുപോകെങ്കിലാണ് പിന്നെ നിങ്ങളെയും എന്നെയൊക്കെ. മനസ്സിലായില്ല? നമ്മളൊക്കെ ഇങ്ങനെ കുന്തിച്ചിരിക്കും. സ്വപ്നം ഉണർന്നാൽ ഒരു വിരൽ തുമ്പ് കൊണ്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. തൊടുകയും പിടിക്കുകയൊന്നും വേണ്ട, മുമ്പിൽ നടന്നാൽ മതി. ഒരു ബോധവും ഉണ്ടാവില്ല. ഇപ്പം ഈ പറയുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ ഞാനും മറക്കും, നിങ്ങളും മറക്കും. ഇതാണ് ഇതിൻ്റെ കല. പഠിച്ചു, ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ അറിയാം. പറഞ്ഞിട്ടെന്താ കാര്യം? അതാണ് ജാഗൃതമാകുന്നത്. അപ്പം അതുകൊണ്ട് ഇത് നിങ്ങളുണ്ടാക്കിയതാണ് ഈ യജ്ഞദത്തനെയൊക്കെ. സ്വപ്നത്തിലെ നിങ്ങൾ യഥാർത്ഥ നിങ്ങളല്ല. ആ സ്വാപ്നികനും നിങ്ങളുടെ സൃഷ്ടിയാണ്. നിങ്ങൾ തൃച്ചംബര അമ്പലമൊക്കെ സ്വപ്നം കാണുമ്പോൾ അതിന് ചുറ്റി പ്രദക്ഷിണം വയ്ക്കുന്ന നിങ്ങളെ നിങ്ങൾ കാണുകയാണ്. കാണുന്നവനാണ് നിങ്ങൾ. ആ കറന്നു പോകുന്നവൻ നിങ്ങളല്ല, അത് നിങ്ങൾ സൃഷ്ടിച്ചവനാണ്. മനസ്സിലായില്ല?
തൃച്ചംബരം പോലെ അതിനകത്ത് കറങ്ങാൻ ഒരുത്തനെ നിങ്ങൾ സൃഷ്ടിച്ചു വിട്ടതാണ്. ആ കറങ്ങുന്നവനെയും കറക്കത്തെയും അമ്പലത്തെയും നിങ്ങൾ കാണുകയാണ്. നിങ്ങൾ എത്ര ആഴത്തിൽ കാണുന്നു അതാണ് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ഓർത്തിരിക്കുന്നത്. ആ കാഴ്ച കുറഞ്ഞാൽ ജാഗ്രതത്തിൽ വരുമ്പോൾ സ്വപ്നം ഓർമ്മയില്ല, എന്തോ കണ്ടു. ഇന്നലെ രാത്രി മുഴുവൻ സ്വപ്നമാണ്, ഓർമ്മ വരുന്നില്ല. അങ്ങനെയുണ്ടോ? നല്ല ഓർമ്മ വരുന്നില്ല. അന്നേരം നല്ല ക്ലിയറായിരുന്നു. ഇതുകൊണ്ട് സംഭവിക്കുന്ന കാരണം യഥാർത്ഥം നിങ്ങൾ അന്നേരം എല്ലാം കട്ടിലിൽ ഉറങ്ങ്. ആലോചിച്ച് നോക്കി, എന്തൊരത്ഭുതമാണിത്. അത് ക്ലിയറായിട്ട് കാണുന്നതുകൊണ്ടാണ്. ബോധസീമയിലേക്ക് ജാഗ്രതത്തിനടുത്ത് കാണുമ്പോഴാണ് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ഓർമ്മ വരില്ല. ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും വലുത് രാത്രിയിൽ കിടന്ന് ഈ സ്വപ്നം കാണുന്നതാണ്. കാരണം ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും കണ്ടതും എല്ലാം കലർത്തി രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്നവൻ കാണുക. അതൊക്കെ കാണും. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോവും, അവിടെയൊക്കെ പോവും. ചിലർക്ക് ചില കാലം, ചിലർക്ക് ചില കാലം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ ഫലിക്കുമോ എന്ന ചോദ്യത്തിനാണ് ഉത്തരം ഞാൻ പറഞ്ഞത്. സ്വപ്നത്തിലെ ഫലിക്കാത്ത സ്വപ്നങ്ങളും ഫലിക്കുന്ന സ്വപ്നങ്ങളുമുണ്ട്. ഏതൊന്ന് സ്വപ്നത്തിൽ വെച്ച് ആനന്ദം അനുഭവിക്കുന്നുവോ അത് ജാഗ്രതത്തിൽ അനുഭവിക്കാൻ പറ്റാത്തതാണ്. ആ കാരണങ്ങൾ കയ്യിലില്ലാത്തതാണ്. അതുകൊണ്ടവ സ്വപ്നത്തിൽ വെച്ച് തന്നെ അനുഭവിച്ചു തീരുമ്പോൾ ലാഘവം വരും. സ്വപ്നത്തിൽ വെച്ച് അനുഭവിച്ച് തീരാത്തവ, ലാഘവം വരാത്തവ വീണ്ടും ഒരു ജാഗ്രതത്തിൽ അനുഭവിക്കാൻ കാത്തിരിക്കുന്നവയാണ്. അതുകൊണ്ട് സ്വപ്ന ബീജങ്ങൾ ശക്തങ്ങളാണ്. ബാറ്ററി ഉണ്ടല്ലേ? വന്നു 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 രണ്ടും. അപ്പോൾ ഈ ഇദംകാരാസ്പദമായ പ്രപഞ്ചം താങ്കളെ തന്നെ അടുത്താക്കി ചെയ്തു. അതുപോലെ ജാഗ്രത് പ്രപഞ്ചത്തിൽ വ്യാപകമായ ബ്രഹ്മാത്മക ചൈതന്യം ജാഗ്രത് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിട്ട് ഇദംകാരാസ്പദമായ ജാഗ്രത് പ്രപഞ്ചം താങ്കളെ അതിനടുത്തിരുത്തി. ഈ സ്വപ്നപ്രപഞ്ചത്തെ ഈശ്വരനാൽ ആച്ഛാദിതമാക്കുക ഒന്നു തന്നെയാണ്. ജാഗ്രതത്തിലെ പ്രപഞ്ചം മാത്രമല്ല, സ്വപ്നപ്രപഞ്ചത്തെയും ഈശ്വരനാൽ ആച്ഛാദിതമാക്കുക. അതാണ് നിദ്രയെ ത്യജിക്കുക. നിദ്രയെ ത്യജിച്ചാൽ മുഴുവൻ സ്വപ്നപ്രപഞ്ചവും എന്നിലായിരുന്നു എന്ന് മനസ്സിലാവും. അവിടെ അഹമെന്നും ഇതമെന്നുമുള്ള വിഭാഗം കൽപ്പിതമാണ്. കേവലം വിഭാഗം തന്നെയില്ല. അഹം ഇതം ഇവ രണ്ടും അതിൽ കൽപ്പിതമായിരുന്നു, ഈ ക്ഷണജന്യമായിരുന്നു. ഇതാണ് ജാഗ്രത് പ്രപഞ്ചത്തിൻ്റെയും സ്ഥിതി. ഇവിടെ മോഹനിദ്രയെ ത്യജിക്കണം. അവിടെയാണ് സംസാര സ്വപ്നം ത്യജ മോഹനിദ്രാം. മോഹനിദ്ര വിട്ടാൽ യുഷ്മത് പ്രത്യയവും അസ്മത് പ്രത്യയവും രണ്ടിലും വ്യാപക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൈതന്യം ഭാസിക്കും. മറ്റത് രണ്ടും ഭാസിക്കില്ല, ചൈതന്യം മാത്രം ഭാസിക്കും. ജാഗ്രത് സ്വരൂപം സ്വപ്നത്തെ ആച്ഛാദനം ചെയ്ത് അതുപോലെ പ്രബോധാവബോധിത സ്വരൂപം ഇദംകാരാസ്പദ ജഗത്തിനെ ആച്ഛാദനം ചെയ്യും. പഞ്ചപാദികയിൽ
അഹങ്കാരത്തിലും രണ്ടംശം മാനിക്കുന്നുണ്ട്. ഒന്ന് യുഷ്മത് പ്രത്യയ ഗോചരം, അതായത് അഹങ്കാരത്തിൽ ചൈതന്യം തഥാ ജഡരൂപമായ അഹന്തത്വം രണ്ടും സമ്മിളിതമാണ്. അതിനാൽ ശ്രുതിയിൽ ഇദംപദം കൊണ്ട് അസ്മത് പ്രത്യയ ഗോചരമായ അസ്മത് പ്രത്യയ ഘടത്തിൻ്റെ ഭൂത അഹങ്കാര തത്വവും ഗ്രാഹ്യമാണ്. അപ്പോൾ ഈശപദം കൊണ്ട് എപ്പോൾ വ്യാപക ചൈതന്യത്തിൻ്റെ ഗ്രഹണമുണ്ടാവുന്നു അപ്പോൾ പരിച്ഛിന്ന അഹം, ഞാനെന്ന് പരിമിതമായ അഹം, ഏവം പ്രപഞ്ചം രണ്ടും ഇതം കോടിയിൽ വരുന്നു. ആ അഹവും പ്രപഞ്ചവും ഇതം കോടിയിൽ വരുന്നു. ഈ മോഹനിദ്രയെ വെടിയുന്നതിനുള്ള പദ്ധതി ഭാഗവതം പറയുന്നുണ്ട്. അതോ ബുധ ആഭജേത്തം ഭക്തൈകയേശം ഗുരുദേവതാത്മാ എന്നവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആഭജേത്, ആസേവനം ചെയ്യുക എന്നാണ്. സംസാരവാസന കൊണ്ട് സമുത്പന്നമായ സംസാര വിഷയകമായ ഈക്ഷണം കൊണ്ട് ഇദംകാരാസ്പദമായ ജഗത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടായി. അതിന് വിപരീതം അദ്വൈതവാസനയാണ്, ഈശവാസന. ഈശാദ് അവേതസ്യ. ഈ അനന്തര ശ്ലോകത്തിൽ ഈശപദം വന്നിട്ടുണ്ട്. ഈശഭജനം കൊണ്ട് ഈശവാസന ഉദ്ഭൂതമാകുന്നു. അപ്പോൾ ഈശ ഈക്ഷണ ഉളവാകും. ഈശൻ്റെ ആസേവനം തദർത്ഥം ആപേക്ഷിതമാണ്. ധാതുർധിയ, ഇവിടെ ധീക്കു വേണ്ടി ഇവിടെ ധീക്കു വേണ്ടി ധ്യാതുഹു കൊടുത്തിരിക്കുന്നു. ഒരു ജ്ഞാനം സാമാന്യ രൂപമാണ്. രണ്ടാമത്തത് അപേക്ഷാത്മകമാണ്. മൂന്നാമത്തത് ഉപേക്ഷാത്മകവുമാണ്. ധ്യാതുഹു കൊണ്ട് അപേക്ഷാത്മക ബുദ്ധിയുടെ സങ്കേതമാണ്. സാമാന്യജ്ഞാനം കൊണ്ട് സാധാരണ വാസന അഥവാ സംസ്കാരം ഉണ്ടാകുന്നു. അപേക്ഷാത്മക ബുദ്ധി കൊണ്ട് വീണ്ടും വീണ്ടും ചിന്തിക്കുവാൻ പ്രേരണയെ നൽകുന്ന വാസനയാണ് നിശ്ചയമായും ഉളവാകുന്നത്. ഉപേക്ഷാത്മക ബുദ്ധി കൊണ്ട് വാസന ഉണ്ടാവുന്നില്ലെന്നതാണ്. അതുകൊണ്ട് ബുദ്ധിക്ക് 3-4 തലങ്ങളുണ്ട്. ഒന്ന് അപേക്ഷാത്മകം, 2 ഉപേക്ഷാത്മകം. ഉപേക്ഷാത്മക ബുദ്ധിയിൽ വാസനകൾ ഉണ്ടാവുന്നില്ല എന്നതാണ്. നൈയായികന്മാർ പറയുന്നത് ഇദംകാരാസ്പദമായ വസ്തുക്കളിൽ എത്രമാത്രം അധികമായി അപേക്ഷ വയ്ക്കുന്നു അത്ര കണ്ട് അപേക്ഷാത്മക ബുദ്ധി ഉണ്ടാവുന്നു. ഓരോന്നിനെ അപേക്ഷിക്കുമ്പോഴും ബുദ്ധിയിൽ അതിൻ്റെ ആകാരം വന്ന് അതായിത്തീരുന്നു. ആഗ്രഹിക്കുക, അതിനായി ആശ്രയിക്കുക, ചിലപ്പോൾ ആഗ്രഹിക്കുക, ചിലപ്പോൾ അതിനെ ആശ്രയിക്കുക, ചിലപ്പോൾ അതിനെ സ്വീകരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ബുദ്ധി പല അളവിൽ അതുമായി താതാത്മ്യം പ്രാപിക്കും. അനുകൂലമായും പ്രതികൂലമായും. പ്രതികൂലത്തിലും അതിനെ അപേക്ഷിക്കുകയാണ്. ആദ്യം അതിനെ സ്വീകരിച്ചിട്ട് ആണ് അപേക്ഷിക്കുന്നത്. മനസ്സിലായില്ല? അതിനെയാണ് ലോകം ബന്ധമെന്ന് പറയുന്നത്.
പ്രതികൂലം എന്ന് പറഞ്ഞാൽ അതിനോട് പ്രതികാരാസ്പദമായിട്ട്, എന്ന് പറഞ്ഞാൽ അതിനോട് ദേഷ്യം വന്നിട്ട്, ദേഷ്യം വരുമ്പോഴാണ് കടുത്ത ഭാവത്തിൽ അതിനെ സ്വീകരിക്കുന്നത്. അപേക്ഷാത്മക ബുദ്ധിയിൽ ഈ സംഗതി എത്ര വരുന്നോ അത്രത്തോളം സംസ്കാരം അപേക്ഷാത്മക ബുദ്ധിയിലുണ്ടായിരിക്കുന്നു, അത്രയും സംസ്കാരം ദൃഢമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പണികളെല്ലാം, ഈ ഓട്ടവും ചാട്ടവും എല്ലാം സംസ്കാരം ദൃഢമാകാനാണ്. ഇതിനനുസരിച്ചുള്ള കൂട്ടായ്മയെല്ലാം പോകുന്നിടത്തെല്ലാം ഇത് കിട്ടാനാണ് പോകുന്നത്. പരസ്പരം ചൊറിഞ്ഞും പരസ്പരം ബന്ധിച്ചും ശക്തമാകാനായി ഓട്ടം. ബന്ധങ്ങളെയാണ് മോക്ഷത്തിലേക്കുള്ള വഴിയെന്ന് പലപ്പോഴും പറയുന്നത്. ലൗകിക വ്യാപാരങ്ങൾ മുഴുവൻ ബന്ധങ്ങളാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ ഘനീഭവിജ്ഞ അജ്ഞാനാവൃതമായ ബന്ധങ്ങളാണ് ആധ്യാത്മികം. മോചനത്തിനാന്നും പറഞ്ഞാണ് യാത്ര തുടങ്ങുന്നത്. അച്ഛനോട്, അമ്മയോട്, വീടിനോട്, വസ്തുക്കളോട് ഒക്കെയുള്ള മമത ജന്മനാ ഉള്ളതാണ്. അവിടെ ജനിച്ചു പോയതാണ്. ജന്മനാടിനോടുള്ള മമത അവിടെ ജനിച്ചു പോയതുകൊണ്ടുണ്ടായതാണ്. മനസ്സിലായില്ല? അവിടെ മേടിച്ചു വെച്ച കസേരയോടും മേശയോടും ഒക്കെ എൻ്റെയാണെന്നുള്ള മമത അവിടെ സ്വാഭാവികമായി സംഭവിച്ചു പോയതാണ്. പ്രസവിച്ച് തള്ളയോടുള്ളത് അവർ പ്രസവിച്ച് പോയതുകൊണ്ടുണ്ടായ മമതയാണ്. അതൊക്കെ ഉപേക്ഷിച്ച് ആശ്രമത്തോടും അവിടുത്തെ വസ്തുക്കളോടും അവിടുത്തെ സാധനങ്ങളോടും അവിടുത്തെ ആളുകളോടും കെട്ടിമറിഞ്ഞ് അത്യധികമായ ബന്ധവും വഴക്കും പൊല്ലാപ്പും ആലോചിച്ച് നോക്ക്. ബന്ധമൊക്കെ പോകാൻ വേണ്ടിയാണ് ചെന്നുകൂടിയത്. ഇപ്പം കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. പരാതിയൊക്കെ രസമാണ്, ഫോൺ വിളിച്ചിട്ട് എടുക്കുകയല്ല. നമ്മളിത്രയൊക്കെ ബന്ധം നോക്കിയിട്ട് ഇങ്ങോട്ടൊരു ബന്ധമില്ല. ഇതൊക്കെയാണ് പരാതികൾ. ശരിയാണോ? ശരിയാണോ? ശരിയുണ്ടോ? അവിടെയാണ് ഇതിൻ്റെ ഗതികൾ. അതാണ് ധാതുർധിയ. ഇതിന്മേൽ ധ്യാനം കേന്ദ്രീകൃതമാവുന്നു. ഇതിൻ്റെ വൈപരീത്യം കൊണ്ടുവരുന്നതിന് ഭക്തിയ എന്ന് പറഞ്ഞു. ആ ഭജേത് ഭക്തിയ ഇവിടെ ധാതുവിൻ്റെ ആവൃത്തിയാണ്. സംസാരപ്രേമം കൊണ്ട് സംസാരവാസന ദൃഢമാവുന്നു. അപ്പോൾ പ്രകാശം ഇടയിലുണ്ടാവാൻ തുടങ്ങുന്നു. അത് തമോജന്യമായ ഇദംകാരാസ്പദ വിശ്വത്തെ ആച്ഛാദിതമാക്കുന്നതിന് സഹയോഗിയാണ്. ഈശാവാസ്യമിതം സർവമാണ്. ഈശ ശബ്ദത്തിനർത്ഥം നമ്മൾ നേരത്തെ കണ്ടു, കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥ. അത് ബ്രഹ്മം തന്നെ. ബ്രഹ്മം എങ്ങനെ കർത്താവാകും? ബ്രഹ്മത്തിൽ കർത്തൃത്വ ആദിധർമ്മം ഉണ്ടായിക്കൂടാ. അതിനുത്തരം അക്ഷമാ ഭവതഃ കേയം ഇത്യാദി കൊണ്ട് സുരേശ്വരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. സംസാരം മുഴുവൻ ബ്രഹ്മത്തിൽ
കൽപ്പിതമാണെങ്കിൽ പിന്നെ കർത്തൃത്വത്തിൻ്റെ കൽപ്പന ചെയ്യുന്നത് എന്തുകൊണ്ട്? എന്ത് വിഷമമാണ് അതിലുള്ളത്? വ്യത്യാസം ഇത്രമാത്രമാണ്. ഈശ്വരൻ ജീവൻ ആദി വ്യാവഹാരിക സത്തയുള്ളവയാകൊണ്ട് സമാന സത്തയുടെ കർത്തൃത്വമാണ്. ബ്രഹ്മം വിഷമസത്തയുടെ കർത്തൃത്വമാണ്. രണ്ട് തമ്മിലുള്ള വ്യത്യാസമാണ് സമാന സത്താ കർത്തൃത്വം, വിഷമസത്താ കർത്തൃത്വം. അതിനാൽ ഈശ്വരനിൽ കർത്തൃത്വം മിഥ്യ എന്ന് പറയരുത്. ഈശ്വരനിൽ കർത്തൃത്വം മിഥ്യയല്ല, ബ്രഹ്മത്തിൽ കർത്തൃത്വം മിഥ്യയാണ്. കാരണം വ്യാവഹാരിക സത്തയിലാണ് അത് നിൽക്കുന്നത്. ഇതം, അതായത് ഇതങ്കാരാസ്പദമായ വാസ്യമാണ്, ആച്ഛാദനീയമാണ്. ഇതം മുഴുവൻ വാസ്യമാണ്, അതോ കുറച്ച് വാസ്യമോ? സമസ്ത ഇതം വാസ്യമാണ്. ഈ പക്ഷത്തിൽ വളരെ ഭാരിച്ച പൂർവപക്ഷം ഉപസ്ഥിതമാണ്. നാം നമ്മുടെ പഴയ കാര്യങ്ങൾ പറയുന്നു. ഒരു വലിയ മഹാത്മാവിനെ കണ്ടു. പരമാത്മദർശനത്തിന് വേണ്ടി അദ്ദേഹം വലിയ വയസ്സുള്ളയാളാണ്. അപ്പോൾ ഒരു മഹാത്മാവ് പരിവ്രജനം ചെയ്യുകയാണ്. അപ്പോൾ ആ പ്രായം കൂടിയ സന്യാസി ശ്രേഷ്ഠൻ പറഞ്ഞു, ധ്യാനിച്ചാൽ പരമാത്മദർശനം ലഭിക്കും. ആദ്യം നിങ്ങൾ പ്രളയത്തിൻ്റെ സ്മരണം ചെയ്യുക. ഇതെങ്ങനെയാണ് അറിയുന്നത്? പ്രായോഗികമായി. കടൽ തീരത്ത് പോയിട്ടുണ്ടോ? ഇല്ല. വലിയ കടൽ ആദ്യം ഒന്ന് കാണുക, പിന്നെ വന്ന് മുറിയിലിരിക്കുക, മുഴുവൻ കടലായിട്ടങ്ങ് സങ്കല്പിക്കുക. പ്രളയജലം, അപ്പം 4 ഭാഗത്തും വെള്ളം. വെള്ളം തണുപ്പാണ്, സാഗരം അപാരമാണ്. അതിൻ്റെ ചിന്ത ചെയ്യുക. എപ്പോഴൊക്കെ ചിത്തം അശാന്തമാകാൻ തുടങ്ങുന്നു അപ്പോൾ സാഗരത്തെ ചിന്തിച്ചാൽ മതി. ഏറ്റവും എളുപ്പത്തിൽ ചിത്തം ശാന്തമാവും. കാരണം അനന്തമാണ് സാഗരം. ഏതെങ്കിലും ഒരു അതിര് കണ്ടാൽ മാത്രമേ ഒരു വസ്തു കണ്ടെത്താൻ പറ്റൂ. അതുകൊണ്ട് അനന്തമായ സാഗരത്തെ, അപാരമായ സാഗരത്തെ ചിന്ത ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചിത്തം സ്ഥിരമാവും, അതിൻ്റെ ഇളക്കം നിൽക്കും. ഒരു നിമിഷം നോക്കിയാൽ മതി, ചിത്തം സ്ഥിരമാകുന്നത് കാണാം. വീണ്ടും അതിൽ ഒരു വടവൃക്ഷത്തിൻ്റെ ചിന്തയെ ചെയ്യുക. അശ്വത്ഥം, അതിൻ്റെ പത്രം ചിന്ത ചെയ്യുക. വേദസ്വരൂപമായ അതിൻ്റെ പത്രത്തെ ചിന്ത ചെയ്യുക. ഛന്ദാംസി യസ്യ പർണാനി എന്ന് പറയുന്ന പത്രത്തെ. ആ ഇലയിൽ ഒരു ബാലമുകുന്ദൻ കിടക്കുന്നതായി ധ്യാനിക്കുക. മാർക്കണ്ഡേയ മഹർഷി ചിന്തിച്ചതുപോലെ, കണ്ടതുപോലെ ചിത്തം ചഞ്ചലമാവുമ്പോഴെല്ലാം പ്രളയജലത്തെ, മഹാസാഗരത്തെ സ്മരിക്കുക. അവിടെ വെള്ളമല്ലാതെ ഒന്നുമില്ല. ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് പതിവായി ചെയ്യുക. കൃത്യമായി ചെയ്താൽ 41 ദിവസമോ 60 ദിവസമോ വരുന്നതിനുള്ളിൽ ദർശനമുണ്ട്. വേറെ ആരുടെയും സഹായമൊന്നും വേണ്ട. സംശയമുള്ളവർക്കുണ്ടാവില്ല. നിങ്ങൾക്ക് കൃത്യമായി ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ 41 ദിവസത്തിനുള്ളിൽ ദർശനമുണ്ട്. മാക്സിമം 2 മാസം.
കാരണം നിങ്ങൾ പതിവായി ചെയ്യുന്നത് മഹാസാഗരത്തെ ആയിരിക്കണം. രാവിലെ എഴുന്നേറ്റിരുന്ന് ചിന്ത ചെയ്യുക. കൊച്ചുകുട്ടികളാണെങ്കിൽ ഇത്രയും ദിവസം പോവില്ല. കൊച്ചുകുട്ടികളാണ് ധ്യാനിക്കുന്നതെങ്കിൽ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് പറ്റും. വളരെ ഏകാഗ്രമായിരിക്കും അന്നേരം. ചിത്ത ഏകാഗ്രതയിലാണ് ഈശ്വര ദർശനം. ആ ബാലമുകുന്ദനെ അങ്ങ് കാണും. അത് സ്വപ്നമായിരുന്നോ ജാഗ്രതായിരുന്നോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാതെ വരും. ആ ധ്യാനത്തിൽ നിന്ന് കണ്ണു തുറക്കുമ്പോൾ കാണുകയില്ല. അപ്പോൾ ഈശാവാസ്യാദി ഉപനിഷത്തുകൾ പഠിക്കുമ്പോൾ ഇത് പ്രഥമമായി പ്രയോജനം ചെയ്യും. ഇദംകാരാസ്പദമാണോ അല്ലയോ, ആണെങ്കിൽ വാസ്യമോ അല്ലയോ, സർവം ഇത് വിവക്ഷിതാർത്ഥമാണ്. അപ്പോൾ അതിൽ സങ്കോചത്തിന് അധികാരമില്ല. ഇത് പ്രളയജലം, ഇത് വടവൃക്ഷം, ഇത് കൃഷ്ണൻ എന്നിങ്ങനെ ഇദംകാരം സർവത്ര സ്പഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ അനേകം ഇപ്പോൾ സ്വപ്നം എന്നതും കൂടി ഇദംകാരാസ്പദമായ സർവത്തിലും ലയിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ജാഗ്രത്തിലും ഇത് തന്നെയാണ് കാര്യം. ഒന്ന് വ്യാപക ചൈതന്യമാണ്. അതിൽ ഒരംശത്തിൽ നാം ദ്രഷ്ടാവിനെ ഉണ്ടാക്കുന്നു, രണ്ടാമത്തെ അംശത്തിൽ ദൃശ്യത്തെ ഉണ്ടാക്കുന്നു. നാം ഉണ്ടാക്കിയ ദൃശ്യവും ദൃഷ്ടാവും. മൂന്നാമത്തെ അംശത്തിൽ ദർശനവും നടക്കുന്നു. അപ്പോൾ ഇദംകാരാസ്പദമാര് സ്വപ്നത്തിലിരിക്കുന്ന നമ്മെ സ്പഷ്ടമായി പ്രതീതമാണ്. നമ്മളൊരു സ്ഥലത്തൂടെ നടക്കുന്നു, കാസർഗോഡ് നടക്കുന്നു, ചന്ദ്രഗിരി പുഴ കാണുന്നു. അവിടെ ദ്രഷ്ടാവ് കൽപ്പിതം, ദൃശ്യവും ദർശനവും കൽപ്പിതം. മൂന്നും ഇദംകാരാസ്പദമാണ്. ജാഗ്രത്തിലും കൂടി മൂന്നും ഇദംകാരാസ്പദമായാൽ മൂന്നും വാസ്യമാണ്. അഥവാ ദൃഷ്ടാവിനെ വിട്ട് ദൃശ്യകൃഷ്ണാദികളെ വിട്ട് ബാക്കിയെല്ലാം വാസ്യമാണ്. യുഷ്മദ് അസ്മത് പ്രത്യയഗോചരം ഏതാണ്? വിഷയം യുഷ്മത് പ്രത്യയഗോചരമാണ്, വിഷയി അസ്മത് പ്രത്യയഗോചരമാണ്. ഇത് ഭാഷ്യകാരൻ പറഞ്ഞിട്ടുമുണ്ട്. യുഷ്മത് അസ്മത് പ്രത്യയഗോചരയോ വിഷയിണഹ എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. സ്വപ്നത്തിൽ സ്വയം നമ്മെ തന്നെ കാണുന്നത് വിഷയം, കൃഷ്ണനെ കാണുന്നതും വിഷയം. ഇപ്പോൾ പഞ്ചപാദികയിൽ പത്മപാദാചാര്യർ അദ്ദേഹത്തെയും ആ അഹത്തെയും ഞാൻ എന്നതിനെയും ശുദ്ധമെന്ന് മാനിക്കുന്നില്ല. ഞാൻ ആര് എന്ന് നോക്കാൻ സന്യാസിമാരൊക്കെ പറയും. അവിടെ ഞാൻ എന്ന് പറയുന്നതിനർത്ഥമെന്ത്? അധിഷ്ഠാന ചൈതന്യമെങ്കിൽ നമ്മുടെ നേരെ വിരൽ ചൂണ്ടി ഞാനാര് എന്നറിയണം. എന്നെങ്ങനെ പറയും? ആകാശത്തിന് നേരെ എന്തുകൊണ്ട് വിരൽ ചൂണ്ടുന്നില്ല? എന്ത് അവിടെ അധിഷ്ഠാന ചൈതന്യം ഇല്ലേ? വസ്തുത ഞാൻ എന്ന് പറയുമ്പോഴും അവിടെ യുഷ്മദ് അസ്മത് പ്രത്യയഗോചരം രണ്ടുമാണ്. ഇദംകാരാസ്പദം തഥാ അഹങ്കാരാസ്പദം രണ്ടുമുണ്ട്.
ചൈതന്യം അഹമാസ്പദമാണെങ്കിൽ അഹങ്കാര തത്വം ഇതമാസ്പദമാണ്. രണ്ടും ശ്രദ്ധിക്കുമ്പോൾ നാം ഞാൻ എന്ന ശബ്ദം ഉപയോഗിക്കുന്നു. ഇതുപോലെ തുടർന്ന് മറ്റുള്ളതിനെ ഇതമെന്ന് മനസ്സിലാക്കുന്നു. അവിടെയും രണ്ടംശമുണ്ട്. ഒന്ന് ചൈതന്യാംശം, രണ്ട് ദൃശ്യാംശം. ഒന്ന് ദൃശ്യത്തിൻ്റെ അംശം, ഒന്ന് ചൈതന്യാംശം. അതിൽ ഇതംകാരം ആസ്പദമായത് സകലതും വാസ്യമാണ്. അതുകൊണ്ട് ഈശൻ അത് വാസ്യം ഇതിൽ പുനർവിവേകം ആവശ്യമാകുന്നു. നൈയായികന്മാർ പറയുന്നത് നിത്യജ്ഞാനാധികരണം ഈശ്വരനാണ്. എന്നാൽ അത് സ്പഷ്ടതയാ ഇതംകാരാസ്പദമാണ്. അത് അഹമർത്ഥ ചൈതന്യത്തിൽ നിന്ന് അത്യന്തം ഭിന്നമാണ്. യോഗാചാരരതന്മാർ ജ്ഞാനത്തിൻ്റെ തന്നെ ബാഹ്യാകാശാരം ഇതമർത്ഥം ഏവം അന്തരാകാരം അഹമർത്ഥം എന്ന് പറയുന്നു. ബാഹ്യം ഇതം, അന്തരം അഹം. അവരുടെ അഭിപ്രായത്തിൽ ചൈതന്യം ഇതംകാരാസ്പദമാണ്. ശൂന്യവാദികളുടെ ശൂന്യം ഇതംകാരാസ്പദമല്ല. എന്നാൽ അതിനാൽ ആച്ഛാദനമുണ്ടാവില്ല. അതാകട്ടെ ഇന്ദ്രൻ്റെ വസ്ത്രം ധരിക്കുന്ന രാജാവിൻ്റെ കാര്യം പോലാണ്. ഉപാസനാർത്ഥം യഥായോഗ്യം സകല രൂപവും ഗ്രാഹ്യമാണ്. ഇതിൻ്റെ ഫലരൂപത്തിൽ കൃഷ്ണൻ, രാമൻ ആദിയായവരുടെ ദർശനവും ഉണ്ടാവും. അതുകൊണ്ട് സാധന ഉത്തരോത്തരം വളരും, ഭഗവത് കൃപ ഉണ്ടാവും. എന്നാൽ അവിടെ പൂർണ്ണമാവില്ല. അപ്പോൾ ഉപാസന വളരുമ്പോഴൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇതംകാരാസ്പദ ഘടപടാദികളുടെ എല്ലാം അധിഷ്ഠാനം ചൈതന്യമാണ്. എന്നാൽ ഘടപടാദികൾ മോഹം ഏവം അജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. ശ്രീകൃഷ്ണൻ, ശ്രീരാമനാദിയായവ മോഹത്തെയും അജ്ഞാനത്തെയും വളർത്തുന്നില്ല. കാരണം കൽപ്പനയിൽ അത് ഈശ്വരനായതുകൊണ്ട്. അതുകൊണ്ട് അവ ഈശ്വരൻ്റെ സമീപതരമാണ്. അതാണ് ഉപാസനയിൽ ഈശസങ്കല്പങ്ങളെ കൊണ്ടുവരുമ്പോൾ ഉള്ളത്. കൃഷ്ണനും രാമനുമൊക്കെ ഈശ്വരൻ്റെ സമീപതരമായ വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് അദ്വൈതവാസന ഉത്ഭൂതമാകുന്നത്. ഘടാദികളുടെ അനുഗ്രഹം എന്നൊന്നില്ല. അവിടെയാണ് പുത്തൻ ആധ്യാത്മികവാദികൾക്ക് തെറ്റുപറ്റുന്നത്. അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ തുടരെ ഉരുവിട്ട് മോക്ഷത്തിലെത്താം എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് സമ്പ്രദായങ്ങൾ ഇപ്പോൾ ഉണ്ട്, അല്ലേ? പുതിയ മന്ത്രദീക്ഷകളും ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിചാരിക്കാം. ഇഷ്ടമുള്ളത് വിചാരിച്ചാൽ ഏകാഗ്രത കിട്ടുകയില്ല. പുരാണപ്രസിദ്ധങ്ങളായ ദേവതകളെ വിചാരിക്കുമ്പോൾ കിട്ടുന്ന ഏകാഗ്രതയൊന്നും ഇഷ്ടമുള്ള വസ്തുക്കളെ വിചാരിച്ചാൽ കിട്ടില്ല. ഇഷ്ടമുള്ള വസ്തുക്കൾ നിങ്ങളെയും കൊണ്ട് വിഷയലോകങ്ങളിലൂടെ കുണ്ടും കുഴിയും നിറഞ്ഞിടത്തൂടെ കൊണ്ടുപോകും. അതിൽ നിന്ന് അനന്തവാസനകളുണ്ടാവും. അതിൽ നിന്ന് ഹിംസയും മറ്റും ഉണ്ടാവും. അപ്പോൾ അത്തരം ഒരുപാട് ഉപാസനകളുണ്ട്. പുതിയ ആചാര്യന്മാർ വൈദികയെയും മറ്റും നിഷേധിച്ചുകൊണ്ട് അനേകം സമ്പ്രദായങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതൊന്നും ശരിയായ സാമ്പ്രദായിക വിദ്യയല്ല. അദ്വൈതവാസന ഉത്ഭൂതമാകുന്നത് ഘടാദികളുടെ അനുഗ്രഹം കൊണ്ടല്ല. ഘടം മുതലായവയ്ക്ക് അനുഗ്രഹിക്കാനാവില്ല. ഇതാണ് അതിൻ്റെ വ്യതിയാനം. ഇതൊക്കെ വിഷയം തന്നെയല്ലേ. എന്നാൽ പിന്നെ ഒരു കുടത്തെ എടുത്ത് വിചാരിച്ചാൽ പോരെ? ആവില്ല. അപ്പം അതുകൊണ്ട് വസ്തുക്കൾക്ക് അവയുടേതായ ഓരോന്നിൻ്റെയും വിശേഷതയുണ്ടാകുന്നു. ഭഗവാൻ പറയുന്നുണ്ടത്.
വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ സ്വഭാഗേജ പണ്ഡിത സമദർശിന. അതുകൊണ്ട് രാവിലെ ഉണർന്ന് കഴുതയുടെ ദർശനം മതിയാവില്ല. അപ്പം അതുകൊണ്ടൊരു പുതിയ മന്ത്രം, ഓം ഗർദഭായ നമ. മനസ്സിലായില്ല? ഇതിപ്പോൾ ഞങ്ങളുമൊക്കെ ഇങ്ങനെ മന്ത്രം ഉണ്ടാക്കും. മനസ്സിലായില്ലേ? ഓം നിർമ്മലാനന്ദായ സത്യപ്രകാശായ പരമാത്മനെ നമ. ഇതിന് ഋഷിയും ഛന്ദസ്സൊന്നുമില്ല. അപ്പം ഇതിരുന്ന് ഇങ്ങനെ കുറേ കാലം ജപിച്ചു കഴിഞ്ഞ് ഒരു ദിവസം അറിയുന്നത് ഈ നിർമ്മലാനന്ദൻ ഈ വേഷമൊക്കെ കെട്ടിയെങ്കിൽ ഒരു കള്ളനായിരുന്നു എന്നറിഞ്ഞാൽ ഈ മന്ത്രം എല്ലാം കുളമാവും. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിന്നുമല്ല മന്ത്രങ്ങളുണ്ടായ. മന്ത്രങ്ങൾ അനുഭൂതി സമ്പന്നന്മാരായ ഋഷിമാർ ദർശിച്ചതാണ്. അവയ്ക്കൊക്കെ ഋഷിയുണ്ട്, ദേവതയുണ്ട്, ഛന്ദസ്സുണ്ട്. ഇപ്പം വന്നിരിക്കുന്ന കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുക്കന്മാരെയൊക്കെ ദേവതകളാക്കണം. അപ്പം നിങ്ങളങ്ങ് ഋഷിയാകുകയാണ് ദർശിക്കാതെ. മനസ്സിലായില്ല? അത് കാരണം എന്ന് വെച്ചാൽ ആഗമഗ്രന്ഥങ്ങളിലാണ് താന്ത്രികം പറയുന്നത്. അതിൻ്റെ ഒന്നും കാലഘട്ടം കൃത്യമായി പറയാനൊന്നും പറ്റില്ല. തന്ത്രാഗമങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, വേദങ്ങൾ, ഇവയിലൊക്കെ മന്ത്രമുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠം വൈദികീ മന്ത്രങ്ങളാണ്. വൈദിക മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഗായത്രിയും പഞ്ചാക്ഷരിയുമാണ്, സർവശ്രേഷ്ഠമായത്. കാരണം വൈദികമായതിന് പ്രാധാന്യം കൂടും. വൈദികിക്ക് സർവപ്രാധാന്യമുണ്ട്. ചായ കുടിക്കാം. അതുകൊണ്ട് ഏറ്റവും നല്ലത് വൈദികി തന്നെയാണ്. വൈദികമായിട്ടുള്ളത് കുറേയെല്ലാം ഉണ്ട്, കുറേയൊക്കെ താന്ത്രികമായിട്ടുള്ളതുണ്ട്. താന്ത്രികവും മോശമൊന്നുമല്ല. ജപിക്കാവുന്നതാണ്. ദീക്ഷയില്ലാതെ ജപിച്ചാൽ കുറച്ച് പതുക്കെ പോവുള്ളൂ. പിപീലിക മാർഗം എന്നാണ് പറയുക. ഇതിന് ജപിച്ച് ശുദ്ധമായി വന്ന് എത്തണം. ആചാര്യൻ ഉപദേശിച്ചു തന്നിട്ടുള്ളതാണെങ്കിൽ അത് സാമ്പ്രദായികതയിൽപ്പെട്ടു, നല്ലതാണ്. അതൊക്കെ ജപിക്കുക. അത് പക്ഷെ മന്ത്രമല്ല. അത് ദർശിച്ചയാൾ. ദേവത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദേവത. ഇപ്പോൾ ഉദാഹരണം മുമ്പ് പറഞ്ഞ ലളിതാ സഹസ്രനാമം മാലാമന്ത്രമായതുകൊണ്ട് ആ മന്ത്രത്തിന് വശിന്യാദി വാഗ്ദേവതയാണ് ഋഷി ദേവത. ആ ഛന്ദസ് എന്ന് പറയുന്നത് അനുഷ്ടുപ്പ്, തൃഷ്ടുഭം, അങ്ങനെയൊക്കെ ഛന്ദസ്സുണ്ട്. ആ ഛന്ദസ്സാണ് ജപിക്കുന്നത്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാത്ര, മീറ്റർ. മാത്രയോടുകൂടി ചൊല്ലുക, അക്ഷരത്തെറ്റില്ലാതെ ചൊല്ലുക. എന്തിനാന്ന് ഈ അക്ഷരത്തെറ്റി ചെല്ലണം നിർബന്ധം പിടിക്കുന്നു? ആദ്യം പഠിക്കുമ്പോൾ അക്ഷരത്തെറ്റൊക്കെ ഉണ്ടാവും, അന്നേരം ചൊല്ലലാകണ്ട, പഠിച്ചിട്ട് ചൊല്ലിയാൽ മതി.